വേട്ടക്കാർ അധ്യായം 37. നേരമെന്തായി? ശിവജി കൈനീട്ടി വാച്ചെടുത്തു നോക്കി. പിന്നെ കിടക്കയിൽ എഴുന്നേറ്റിരുന്നു, സംതൃപ്തമായ മുഖഭാവത്തോടെ. മേശയിൽ ഇരുന്ന മെഴുകുതിരി എരിഞ്ഞു തീരാറായിരുന്നു. അഴിച്ചിട്ടിരുന്ന ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്ന് സിഗരറ്റ് പാക്കറ്റ് എടുത്ത് തുറന്നു. ഒരു സിഗരറ്റ് ചുണ്ടിൽ തിരുകി ലൈറ്ററിന്റെ നാളത്തിൽ തീ പകർന്നു. 2-3 കവിൾ പുക ആസ്വദിച്ചുകൊണ്ട് കിടക്കയിലേക്ക് തിരിഞ്ഞു. അവിടെ അഴിഞ്ഞു ചിതറിയ മുടിയുമായി സ്ഥാനഭ്രംശം വന്ന വസ്ത്രങ്ങളോടെ ഒരു വശം ചരിഞ്ഞു കിടക്കുകയായിരുന്നു റാണി. ഏങ്ങിക്കരയുകയാണെന്ന് ആ ശരീരം വെട്ടിപ്പിടയുന്നതിൽ നിന്ന് അവന് മനസ്സിലായി. റാണി! ഇടം കൈനീട്ടി അവൻ അവളെ തൊട്ടു. തീക്കൊള്ളികൊണ്ട് ഒരു കുത്തേറ്റതുപോലെ അവൾ ആ കൈ തട്ടിമാറ്റിക്കൊണ്ട് കിടക്കയിൽ എഴുന്നേറ്റിരുന്നു. മുറിവേറ്റ ഒരു ചീറ്റപ്പുലിയുടെ ഭാവമായിരുന്നു അവൾക്കപ്പോൾ. നാറി, തൊട്ടുപോകരുത്. നീ എന്നെ ചതിച്ചു, നശിപ്പിച്ചു. എന്റെ അച്ഛൻ ഇതറിഞ്ഞാൽ നിന്നെ കൊത്തി നുറുക്കും. അല്ലെങ്കിൽ ഞാൻ തന്നെ നിന്റെ അന്തകയാവും. പല്ലുകൾ ഞെരിച്ചുകൊണ്ട് അവൾ കൈ ചൂണ്ടി. ശിവജി ചിരിച്ചു. അവന്റെ പല്ലുകൾക്കിടയിലൂടെ പുറത്തു ചാടിയ പുകയിൽ ഒരു നിമിഷം ആ മുഖം മാഞ്ഞു. തലയില്ലാത്ത ഒരു പിശാചാണ് തന്റെ മുന്നിൽ ഇരിക്കുന്നതെന്ന് റാണിക്ക് തോന്നി. അവൻ പറഞ്ഞു, നീ ഇപ്പോൾ പറഞ്ഞ 2 കാര്യങ്ങളും നടക്കാൻ പോകുന്നില്ല. അതിന്റെ പ്രധാന കാരണം ഞാൻ നിന്നോട് കഴിയുന്നത്ര മര്യാദയോടെയാണ് പെരുമാറിയത് എന്നത് തന്നെയാണ്. നിന്റെ ചേട്ടൻ എന്റെ പെങ്ങളോടും നിന്റെ അച്ഛൻ എന്റെ അച്ഛനോടും ചെയ്തത് വെച്ച് നോക്കുമ്പോൾ നിന്നെ ഞാൻ വലിച്ചു കീറി കൊല്ലേണ്ടതാണ്. പക്ഷേ ഞാനത് ചെയ്തില്ല. പകരം നിനക്കൊരു ജീവിതം തരാനാണ് എനിക്ക് ഉദ്ദേശമെന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. എന്റെ ഭാര്യയെ നിനക്ക് എല്ലാവിധ സുഖ സൗകര്യങ്ങളോടുകൂടി ജീവിക്കാം. ഥു! റാണി കാറ് തുപ്പി. നിന്റെ ഭാര്യയെ ജീവിക്കുന്നതിനേക്കാൾ ഭേദം നിന്നെ കൊന്നിട്ട് മരിക്കുന്നത് തന്നെയാടാ. പറയുന്നതിനിടയിൽ തന്നെ അവൾ അവന്റെ നേരെ കുതിച്ചു. എന്നാൽ ശിവജി തെന്നിമാറി. റാണി പിന്നിൽ നിന്നാരെ പിടിച്ചതുപോലെ കട്ടിലിൽ നിന്ന് തറയിലേക്ക് വീണു. അമ്പരന്നു പോയി അവൾ. തന്റെ വലതുകാലിൽ നിന്ന് ഒരു ചങ്ങല കട്ടിലിലേക്ക് ബന്ധിച്ചിരിക്കുന്നത് അപ്പോഴാണ് അവൾ അറിഞ്ഞത്. ഭ്രാന്തുള്ളവരെ കെട്ടിയിട്ടിരിക്കുന്നത് പോലെ. ശിവജി പകുതി എരിഞ്ഞ സിഗരറ്റ് തറയിലിട്ട് ചവിട്ടി അരച്ചു. പിന്നെ റാണിയെ താങ്ങിയെടുത്ത് കട്ടിലിൽ ഇരുത്തി. എടുത്തുചാട്ടം ഒന്നിനും പരിഹാരമില്ലെന്ന് നിനക്കിപ്പോൾ മനസ്സിലായി കാണും. ഞാൻ സമ്മതിക്കാതെ നിനക്കൊന്നും കഴിയില്ല. ക്ഷമയോടിരുന്ന് ചിന്തിച്ചു നോക്ക്. ഹരി മരിച്ചു. ഈ ജീവിതത്തിൽ നിനക്ക് ഒരു ആൺതുണ വേണം. അതിന് ഞാൻ തന്നെയല്ലേ നല്ലത്? ചെകുത്താന്മാരുടെ കോട്ടയായിരുന്നു നിന്റെ വീട്. അവിടെ നിന്ന് വാസ്തവത്തിൽ നിന്നെ രക്ഷിക്കുകയല്ലേ ഞാൻ ചെയ്തത്. റാണി അവനെ തുറച്ചു നോക്കിയിരുന്നതല്ലാതെ ഒന്നും പറഞ്ഞില്ല. സങ്കടവും കോപവും ആ മുഖത്ത് മാറി മാറി തെളിയുന്നത് അവൻ കണ്ടു. ശിവജി ഷർട്ടെടുത്തിട്ടു. തൽക്കാലം നീ ഈ ചങ്ങലയിൽ തന്നെ കഴി. വിവേകമില്ലാതെ നീ എന്തെങ്കിലും വരുത്തി വെക്കാതിരിക്കാനുള്ള എന്റെ ഒരു മുൻകരുതലായി മാത്രം ഇതിനെ കരുതിയാൽ മതി. അവൻ അവളുടെ സെൽഫോണും എടുത്തു. ചാർജ് ചെയ്തിട്ട് ഇത് നിനക്ക് തന്നെ തിരിച്ചു തരുന്നുണ്ടു ഞാൻ. അവൻ അവളുടെ കവിളിൽ ഒന്ന് തടവി. ചുടുകണ്ണീർ കൈവെള്ളയിൽ പറ്റിയപ്പോഴും ശിവജി ചിരിച്ചു. ആവശ്യത്തിന് കരയി, നിന്റെ സങ്കടമൊന്ന് തീരട്ടെ. എന്തോ ചിന്തിച്ചിട്ടെന്ന വണ്ണം അവൾ അല്പം ശാന്തയായതുപോലെ തോന്നി. ആ മനസ്സിൽ പക്ഷേ ചിതറി വീണ തീപ്പൊരികൾ ശിവജി അറിഞ്ഞില്ല. കടുത്ത ഒരു തീരുമാനം അവൾ എടുത്തതും അവന് മനസ്സിലായില്ല. നാളെ രാത്രിയിൽ ഞാൻ വരാം. അവളെ ഒന്നുകൂടി നോക്കിയിട്ട് പുറത്തിറങ്ങിയ അവൻ വാതിലടച്ച് പുറത്തുനിന്ന് താഴിട്ട് പൂട്ടി. ആ നേരത്ത് സുൽത്താൻ ബത്തേരിയിലെ ഫോറസ്റ്റ് ഓഫീസിനരികിൽ ഒഴിഞ്ഞു കിടന്നിരുന്ന ഒരു ക്വാർട്ടേഴ്സിലുണ്ടായിരുന്നു സർക്കിൾ ഇൻസ്പെക്ടർ ജോൺ സക്കറിയ. അയാളുടെ ഒപ്പം ഫോറസ്റ്റ് ഗാർഡ് സുകുമാരനുമുണ്ട്. ട്രാൻസ്ഫറായിരുന്ന ഒരു പ്രിവന്റീവ് ഉദ്യോഗസ്ഥൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നതായിരുന്നു ആ ക്വാർട്ടേഴ്സ്. മേശപ്പുറത്തിരുന്ന ജോണി വാക്കർ ബ്ലാക്ക് ലേബലിന്റെ ബോട്ടിലിൽ അവശേഷിച്ചിരുന്ന മദ്യം 2 ഗ്ലാസുകളിലായി ഒഴിച്ച ശേഷം സുകുമാരൻ വാച്ച് നോക്കി. SI സാറ് അവിടെ നിന്നിറങ്ങിയിട്ട് ഇപ്പോൾ മണിക്കൂർ 2.5 കഴിഞ്ഞല്ലോ ജോൺ സാറേ. 2 വട്ടം ഇവിടെ വന്നിട്ട് തിരിച്ചങ്ങ് ചെല്ലേണ്ട നേരമായി. ജോൺ സക്കറിയ അമർത്തി മൂളി. പിന്നെ സെൽഫോൺ എടുത്ത് SI ഇന്ദുചൂടന്റെ സെല്ലിലേക്ക് വിളിച്ചു. ബെല്ലടിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 തവണ വിളിച്ചപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു. ഇത്തവണയും ബെല്ലടിച്ചു നിന്നു. കഴിവേർത്ത മോൻ, ആർക്ക് പിണ്ടം വയ്ക്കാൻ പോയി കിടക്കുക. രോഷത്തോടെ CI സോഡ പോലും ചേർക്കാതെ മദ്യം വായിലേക്ക് കമഴ്ത്തി. അനന്തരം ഒരു പിടി മാനിറച്ചി വാരി വായിലിട്ടു. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ അറിഞ്ഞുകൊണ്ട് തന്നെ വെടിവെച്ച് വീഴ്ത്തിയ മാനിന്റെ ഇറച്ചിയായിരുന്നു അത്. എനിക്ക് തോന്നുന്നത് ഇന്ദുചൂടൻ സാറ് ആ പെൺമയിലിനെയും കൊണ്ട് മുങ്ങിയതാണെന്നാ. മനസ്സിൽ വന്നത് സുകുമാരൻ തുറന്നു പറഞ്ഞു. ഏയ്, അവൻ അങ്ങനെ ചെയ്യത്തില്ല. ജോൺ സക്കറിയ മീശയൊന്ന് തടവി. എങ്കിൽ പിന്നെ വരാത്തതെന്താ? ഫോൺ എടുക്കാത്തതെന്താ? ചുളിഞ്ഞ നെറ്റിയോടെ സുകുമാരനെ നോക്കിക്കൊണ്ട് CI ഒരു നിമിഷം ഇരുന്നു. ഇന്ദുചൂടൻ അങ്ങനെ ചെയ്യുമോ? പെട്ടെന്ന് അയാൾക്കൊരു സംശയം. ഇത്താപ്പും SIയും ചേർന്ന് അങ്ങനെ ഒരു കളി നടത്തിയതാണെങ്കിലോ? ഇത്താപ്പുവിനെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. പെണ്ണെന്ന് കേട്ടാൽ അയാൾക്ക് ഭ്രാന്താണ്. സാറേ, ഞാനെന്നാൽ അങ്ങോട്ട് ചെല്ലട്ടെ. ഇനിയും കാത്തിരുന്നാൽ എന്റെ പെമ്പർന്നോർക്ക് സംശയം കൂടും. അല്ലെങ്കിൽ തന്നെ അവൾക്ക് എന്നെ അത്ര വിശ്വാസമില്ല. സുകുമാരൻ എഴുന്നേറ്റു. ജോൺ സക്കറിയ തലയാട്ടി. അവര് വന്നാൽ ഞാൻ തന്റെ ക്വാർട്ടേഴ്സിലേക്ക് വിളിക്കാം. ഗുഡ് നൈറ്റ് പറഞ്ഞു സുകുമാരൻ പോയി. പകയടക്കുന്ന ചെന്നായെപ്പോലെ വേച്ച് പോകുന്ന കാലുകളോടെ മുറിയിലൂടെ 2-3 ചാല് നടന്നിട്ട് CI ജനാലിലേക്ക് ചെന്ന് നിന്ന് പുറത്തേക്ക് നോക്കി. ക്വാർട്ടേഴ്സിന് മുന്നിലുള്ള റോഡിലൂടെ സുകുമാരൻ നടന്നു പോകുന്നത് സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ കണ്ടു.
കട്ടിയുള്ള ഒരു വെള്ളത്തുണിക്കിടയിലൂടെ എന്നവണ്ണം മഞ്ഞിന്റെ മറയ്ക്കുള്ളിൽ അയാൾ മറഞ്ഞു. റോഡരികിൽ നിൽക്കുന്ന കൂറ്റൻ വൃക്ഷങ്ങൾ മഞ്ഞിൽ പകുതി മാഞ്ഞു നിൽക്കുകയാണ്. ഒരു തണുത്ത കാറ്റ് വീശി. ജനാലയ്ക്ക് നിന്ന് മാറാൻ ഭാവിക്കുകയായിരുന്നു ജോൺ സക്കറിയ. പെട്ടെന്ന് മഞ്ഞിൽ 2 പ്രകാശഗോളങ്ങൾ കണ്ടു. CI തുറച്ചു നോക്കി. കട്ടിമഞ്ഞ് പോലെ അവിടേക്ക് വരികയാണ് ആംബുലൻസ്. അയാൾ പെട്ടെന്ന് ചെന്ന് വാതിൽ തുറന്നു. ആംബുലൻസിന്റെ ലൈറ്റുകൾ അണഞ്ഞു. എഞ്ചിൻ ഓഫായി. പിന്നിൽ നിന്നൊരു കത്തി നീണ്ടുവന്ന് ഡ്രൈവറുടെ കഴുത്തിൽ മുട്ടി. ഒപ്പം മുന്നറിയിപ്പും. നേരത്തെ പറഞ്ഞതൊക്കെ നീ ഓർക്കുന്നുണ്ടല്ലോ. അനുസരിക്കാതിരുന്നാൽ നിന്റെ കഥ ഞാൻ കഴിക്കും. അയാൾ പതുക്കെ തലകുലുക്കി. ആംബുലൻസിന്റെ ഡോർ തുറന്ന് ആദ്യം കൂക്കർ പുറത്തിറങ്ങി. പിന്നെ അകത്തേക്ക് നോക്കി പറഞ്ഞു, ഇങ്ങോട്ടിറങ്ങി വാടി കഴിവറുടെ മോളെ. ആംബുലൻസിൽ നിന്ന് ഒരാൾ കൂടി ഇറങ്ങി. തലയിലൂടെ ഒരു ബെഡ്ഷീറ്റ് പുതച്ചിരുന്നു അവൾ. കൈക്ക് പിടിച്ചുകൊണ്ട് കൂക്കർ അവളെ ക്വാർട്ടേഴ്സിന്റെ വരാന്തയിലേക്ക് കയറ്റി. ജോൺ സക്കറിയ കൂക്കറെ തുറച്ചു നോക്കി. ആരാടാ നീ? ഞാൻ മുത്തങ്ങയിലുള്ളതാ സാറേ. ഇന്ദുചൂടൻ സാറ് പറഞ്ഞു വിട്ടതാ ഇവളെ ഇവിടെ ഏൽപ്പിക്കാൻ. ഇന്ദുചൂടൻ എന്തിയെ? ആ ഇന്ദ്രൻ ഞങ്ങളുടെ പുറകെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് സാറ് ജീപ്പ് വിട്ട് ബത്തേരിക്ക് പോയി. ഇപ്പോഴിങ്ങി വരും. CIക്ക് യാതൊരു സംശയവും തോന്നിയില്ല. എങ്കിലും തിരക്കി. നിനക്കെങ്ങനെ ഇന്ദുചൂടനുമായിട്ട് പരിചയം? ഇന്നാള് രാത്രിയിൽ ഇന്ദ്രന്റെ വീടിന് തീയിടാൻ സീതാമൗണ്ടിൽ പോയ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. ഇന്ന് മറ്റൊരാവശ്യത്തിന് വിത്താപ്പ് മുതലാളി വിളിപ്പിച്ചിരുന്നേ. തിരിച്ചു വരുന്ന വഴിക്ക് എന്റെ മോട്ടോർ സൈക്കിള് കേടായി. ആ നേരത്താ ഇന്ദുചൂടൻ സാറ് അതുവഴി വന്നത്. അദ്ദേഹം എന്നെ ജീപ്പിൽ കയറ്റിക്കൊണ്ട് പോന്നത് സാറന്മാർക്കും ഗുണമായി. കൂക്കർ ചിരിച്ചു. പിന്നെ ഒപ്പം വന്നവളോട് പറഞ്ഞു, മുറിക്കകത്തോട്ട് കയറിടി വേഗം. അവൾ പക്ഷേ കയറിയില്ല. കൂക്കർ അവളെയും പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറാൻ ഭാവിച്ചതും ജോൺ സക്കറിയ തടഞ്ഞു. വേണ്ട വേണ്ട, നീ പുറത്തു നിന്നാ മതി. ഓ. ജോൺ സക്കറിയ അവളുടെ കൈക്ക് പിടിച്ച് അകത്തേക്ക് വലിച്ച് കയറ്റി. വാതിലടച്ച് ലോക്കിട്ടു. പിന്നെ ആർത്തിയോടെ പറഞ്ഞു, ആ ഇന്ദ്രന്റെ പെങ്ങളാന്ന് വെച്ച് നീ പേടിക്കുവൊന്നും വേണ്ടടി. രവിശങ്കറിന്റെ തല തല്ലിപ്പൊട്ടിച്ചെന്ന് വെച്ച് നിന്റെ പേരിൽ കേസൊന്നും എടുക്കത്തില്ല ഞാൻ. നീ ഈ ഷീറ്റൊന്ന് മാറ്റിക്കേ, ഞാനൊന്ന് കാണട്ടെ. 1-ാം തരം ഉരുപ്പടിയാ നീയെന്നാ ഇന്ദുചൂടൻ പറഞ്ഞത്. എന്നാൽ അവൾ തലകുനിച്ച് നിന്നതേയുള്ളൂ. നാണിക്കാൻ എന്തിരിക്കുന്നടി, ഇവിടെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. ജോൺ സക്കറിയ ആ ഷീറ്റ് വലിച്ചു നീക്കി. എന്നാൽ തൊട്ടുമുന്നിൽ ഒരു കരിമ്പുലിയെ കണ്ടതുപോലെ കിടുങ്ങിപ്പോയി അയാൾ. ഭദ്രയാണെന്ന് കരുതിയ സ്ഥാനത്ത് ഇന്ദ്രൻ. ഒരു കാട്ടുമൃഗത്തെ പോലെ തലയൊന്ന് തിരിച്ചുകൊണ്ട് അവൻ ചിരിച്ചു. പെങ്ങൾക്ക് പകരം ആങ്ങള വന്നാൽ പോരെ സാറേ? റാസ്കൽ, നീ? എന്തോ പറയാനായി ജോൺ സക്കറിയ കൈ ചൂണ്ടി. പക്ഷെ ഞൊടിയിടയിൽ ഇന്ദ്രൻ ആ വിരലിൽ പിടിച്ച് വട്ടം തിരിച്ചു. വിരൽ ഒടിയുന്നത് പോലെ ഒരു ശബ്ദം. അമർത്തിയ നിലവിളിയോടെ വട്ടം തിരിഞ്ഞുപോയ സിയയുടെ ശരീരം മലർന്നു വളഞ്ഞ് ഇന്ദ്രന്റെ ശരീരത്തിലേക്ക് ചാഞ്ഞു. ആദ്യത്തെ പിടിവിടാതെ തന്നെ ഇന്ദ്രൻ ഇടംകൈ മടക്കി മുട്ടുകൊണ്ട് തിടുക്കത്തിൽ ആ നെഞ്ചിൽ 4-5 ഇടി പാസാക്കി. നിലവിളിക്കാനായി തുറന്ന സിയയുടെ വായ് ശ്വാസം കിട്ടാഞ്ഞതുപോലെ എന്നവണ്ണം അങ്ങനെ തന്നെ ഇരുന്നു പോയി. ഇന്ദ്രൻ പിടിവിട്ടു. മൃതദേഹം പോലെ സിഐ തറയിൽ വീണു. ഇന്ദ്രന്റെ നെറ്റി ചുളിഞ്ഞു. അവൻ കുനിഞ്ഞ് അയാളുടെ കവളത്തൊന്നടിച്ചു. ഞെട്ടി ഉണരും പോലെ ജോൺ സക്കറിയെ ഇന്ദ്രനെ പകച്ചു നോക്കി. പിന്നെ ചാടി എഴുന്നേൽക്കാൻ ഭാവിച്ചു. വേണ്ട, അവൻ പറഞ്ഞു. അവിടെ കിടക്കുതാൻ. കാക്കയ്ക്ക് കവീനത്തിന്റെ വില കൽപ്പിക്കാത്ത തനിക്കൊക്കെ തരേണ്ട ശിക്ഷ ഇതല്ലെന്ന് എനിക്കറിയാം. പക്ഷെ എന്റെ പെങ്ങൾ നിന്റെ വലയിൽ വീണിരുന്നെങ്കിൽ എപ്പോഴേ നീ ശവമായിരുന്നേനെ. അത് മറക്കണ്ട. പിന്നെ തൽക്കാലം നിനക്ക് ഇങ്ങനെയൊരു മുന്നറിയിപ്പ് കൊണ്ട് നിർത്തുകയാ ഞാൻ. ഇനി എന്റെ പാതയിൽ എവിടെയെങ്കിലും വെച്ച് നീ ചതിയുമായി മുന്നിൽ വന്നാൽ അന്ന് നീ ശവം. ഓർത്തോ? പരാജിതന്റെ ദൈന്യതയായിരുന്നു അപ്പോൾ സിയയ്ക്ക്. അതുവരെ കഴിച്ച മദ്യമൊക്കെ ആവിയായി പോയതുപോലെ. വികാര വിക്ഷോഭങ്ങൾ കാരണം അയാളുടെ നെഞ്ച് ക്രമാതീതമായി ഉയർന്ന് താണു. അമർത്തിന്ന് മോളിക്കൊണ്ട് ഇന്ദ്രൻ വെട്ടിത്തിരിഞ്ഞ് വാതിൽ വലിച്ചു തുറന്നു. പുറത്തേക്ക് കാൽവയ്ക്കും മുൻപ് ഇത്രയും കൂടി ഓർമ്മിപ്പിച്ചു. ഇവിടെ നടന്നത് പുറത്താരും അറിയാതിരിക്കുന്നതാ സാറിന്റെ അന്തസ്സിന് നല്ലത്. അതല്ല, ഞാനിവിടെ വന്ന് നിങ്ങളെ തല്ലിച്ചതച്ചെന്ന് പറഞ്ഞ് കേസെടുക്കാൻ മുതിർന്നാൽ ഈ ഫോറസ്റ്റ് ക്വാർട്ടേഴ്സിൽ നിങ്ങൾ എന്തിനു വന്നെന്നൊക്കെ തെളിയിക്കേണ്ടി വരും. ഇനി അതൊക്കെ നിങ്ങൾക്ക് നേരിടാനാവുമെങ്കിൽ തറവാടിന്റെ തെക്കേ പുരയിടത്തിൽ 6 നീളത്തിൽ ഒരു കുഴി വെട്ടിയിട്ടേ അതിന് മുതിരാവൂ. ചിരിയടക്കി എല്ലാം നോക്കി നിൽക്കുകയായിരുന്നു കൂക്കർ. വാടാ. പറഞ്ഞിട്ട് ഇന്ദ്രൻ ചെന്ന് ആംബുലൻസിൽ കയറി. ഡ്രൈവർ നിസ്സഹായതയോടെ അവനെ നോക്കി. ഒരു സിയയ്ക്ക് ഇതാണ് അനുഭവമെങ്കിൽ നീ നിന്റെ കാര്യം ഒന്നോർത്ത് നോക്കിക്കോ. മനസ്സിലായ മട്ടിൽ ഡ്രൈവർ തലയാട്ടി. നേരം പുലർന്നു. പുൽപ്പള്ളിയിൽ സംഘർഷാവസ്ഥയായിരുന്നു. സുശീലയുടെ മരണത്തിൽ പ്രതിഷേധിച്ച് കൊളവള്ളിയിലെയും സീതാമൗണ്ടിലെയും ജനങ്ങൾ ടൗൺ ഉപരോധിച്ചു. ഒറ്റ വാഹനം പോലും കടന്നു പോകുവാൻ അവർ സമ്മതിച്ചില്ല. കൊളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ദാസപ്പനും ബത്തേരി MLAയും ജനങ്ങളുമായി സംസാരിച്ചു. SI ഇന്ദുചൂടന്റെ ഈ പോക്കൃത്തരത്തിന് മറുപടി കിട്ടാതെ കുറ്റക്കാരെ ശിക്ഷിക്കാതെ ഞങ്ങൾ മാറുന്ന പ്രശ്നമില്ല സാറേ. നെല്ലിലാൽ കുമാരൻ തീർത്തു പറഞ്ഞു. പ്രകോപനപരമായ ഒരു വാക്കുമതി ജനങ്ങൾ അക്രമാസക്തരാകാൻ എന്ന ജനനേതാക്കൾക്ക് ബോധ്യമായി. സമയം കടന്നു പോകുകയാണ്. പ്രശ്നം അവസാനിക്കുന്നില്ല. അവസാനം SP ശർമ്മയും RDOയും രംഗത്തെത്തി. SIയെ തിരക്കിയെങ്കിലും യാതൊരു അറിവുമില്ല.
അതിനിടെ ചിതലയത്തിനടുത്ത് വനത്തിൽ ഒരു കുഴിയിൽ മറിഞ്ഞ നിലയിൽ പോലീസ് ജീപ്പ് കിടക്കുന്നതായി വിവരം കിട്ടി. രാവിലെ തന്നെ CI ജോൺ സക്കറിയയും സ്ഥലത്തെത്തിയെങ്കിലും ഒന്നിലും പെടാതെ അയാൾ മാറി നിൽക്കുകയാണ്. പുൽപ്പള്ളി സ്റ്റേഷനിലെ പോലീസിനെ കൂടാതെ ബത്തേരിയിൽ നിന്ന് ഒരു സംഘം പോലീസ് എത്തിയിട്ടുണ്ട്. SP-യും RDOയും ഇന്ദ്രനുമായി സംസാരിക്കാൻ തീരുമാനിച്ചു. അമ്മയുടെ മൃതദേഹം കിടന്നിരുന്ന മുറിക്ക് പുറത്ത് തളർന്നിരിക്കുകയായിരുന്നു അവൻ. ഹോസ്പിറ്റലിലെ ഒരു മുറിയിൽ വെച്ച് തന്നെ അവനുമായി നടത്തിയ ചർച്ചയിൽ ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ SP-യും RDOയും ഉറപ്പു നൽകി. സുശീലയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തി മരണകാരണം കണ്ടുപിടിക്കുക, ഒപ്പം SI ഇന്ദുചൂഡനെ സസ്പെൻഡ് ചെയ്യുക. ആ തീരുമാനം ഉചിതമാണെന്ന് തോന്നിയ ഇന്ദ്രനും ജനകീയ സേനക്കാരും അല്പം ഒന്നയഞ്ഞു. പിന്നീടുള്ള കാര്യങ്ങൾ തിടുക്കത്തിൽ നീങ്ങുമ്പോൾ മുള്ളംകൊല്ലി കൊട്ടാരത്തിൽ ഇത്താപ്പ് മുതലാളി കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അസ്വസ്ഥനായി സിറ്റൗട്ടിൽ അങ്ങിങ്ങ് നടക്കുകയായിരുന്നു. വൈരനും വേറെ കുറച്ച് ഗുണ്ടകളും മുറ്റത്തിന്റെ തെക്ക് ഭാഗത്ത് നിൽക്കുന്ന സപ്പോട്ട മരത്തിന് കീഴിലുള്ള അരമതിലിൽ ഇരിപ്പുണ്ട്. പുറത്തേക്ക് പോകാനുള്ള വേഷത്തിൽ സോണി പുറത്തേക്ക് വന്നു. ചിന്തമഗ്നനായി ഉലാത്തുന്ന ഡാഡിയെ നോക്കി ഒരു നിമിഷം നിന്നു. ആ ഭാവം കണ്ടപ്പോൾ അവന്റെ ചുണ്ടിൽ ഒരു ചിരിയുണ്ടായി. വെരുകിനെ പോലെ ഇങ്ങനെ നടന്നിട്ട് കാര്യമൊന്നുമില്ല ഡാഡി, തലച്ചോറ് ഉപയോഗിക്കണം. ഇത്താപ്പ് മകനെ രൂക്ഷമായി ഒന്ന് നോക്കി. അത് തീർത്തും ശ്രദ്ധിക്കാതെ അവൻ പറഞ്ഞു, ഇന്നലെ രാത്രിയിൽ ആ പെമ്പിള്ളേരെ മുള്ളംകൊല്ലിയിലും സീതാമൗണ്ടിലുമുള്ളവർ പിടിച്ചെടുത്തു അല്ലേ? ആ നാണക്കേടിൽ നിന്ന് ഡാഡിക്ക് രക്ഷപ്പെടണം, അത്രയല്ലേ ഉള്ളൂ. ഇത്താപ്പ് മിണ്ടിയില്ല. സോണി തുടർന്നു, മുള്ളംകൊല്ലിയിലും സീതാമൗണ്ടിലും ഒരു റെയ്ഡ് നടത്തിയാൽ അവനെ കണ്ടുപിടിക്കാവുന്നതല്ലേ ഉള്ളൂ. ഇപ്പോഴാ അതിന് പറ്റിയ സമയം. ആൾക്കാരൊക്കെ ഇന്ദ്രന്റെ അമ്മയുടെ ശവത്തിന് പിന്നാലെ പോയിരിക്കുകയല്ലേ. ഇത്താപ്പുവിന്റെ പുരികം ഒന്ന് ചുളിഞ്ഞു നിവർന്നു. സോണിയുടെ ആശയം കൊള്ളാം. മുറ്റത്തേക്കിറങ്ങുന്നതിനിടയിൽ അവൻ തിരിഞ്ഞു നോക്കി. ഇത്തരം വിഷമഘട്ടങ്ങൾ വരുമ്പോൾ എന്നെ സമീപിച്ചാൽ മതി. മകനാണെന്നൊന്നും ഓർക്കണ്ട, ഞാൻ സഹായിക്കാം. അവൻ പജേറോയിൽ കയറിപ്പോയി. ഇത്താപ്പ് ഉടനെ വൈരനെയും കൂട്ടരെയും വിളിച്ചു. വിവരം പറഞ്ഞു. ഞങ്ങൾ പുറപ്പെടുകയാണ് മുതലാളി. വൈരൻ ആളുകളെയും കൂട്ടി ജീപ്പിൽ കയറി. ആരെങ്കിലും എതിർക്കാൻ വന്നാൽ മുൻപിൻ നോക്കണ്ട, തീർത്തേരി, ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം. അയാൾ പിന്നിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. പിന്നെ തിരിഞ്ഞ് വീടിനുള്ളിലേക്ക് കയറുമ്പോൾ കത്തിയിരിയുന്ന കണ്ണുകളുമായി സമയം മുന്നിൽ. എന്നെ അപമാനിച്ച ആ റാസ്കൽ നെഞ്ചും പിരിച്ചു നടക്കുന്നു. അവനെ എന്തെങ്കിലും ചെയ്യാനുള്ളതിന് പകരം ഇക്കാര്യത്തിനാണ് ഡാഡിക്ക് തിടുക്കം അല്ലേ? പാമ്പ് ചീറ്റും പോലെയായിരുന്നു അവളുടെ ശബ്ദം. ഇതും അതിന്റെ ഭാഗം തന്നെയാ മോളെ. കടിച്ച പാമ്പിനെ വരുത്തി വിഷമിറക്കാനുള്ള ഒരു തന്ത്രം. നീ നോക്കിക്കോ. കൂടുതലൊന്നും പറയാതെ അയാൾ അകത്ത് മറഞ്ഞു. അല്പനേരം കൂടി സമയ അവിടെ തന്നെ നിന്നു. പിന്നെ എന്തോ തീരുമാനിച്ചുറച്ച മട്ടിൽ ചവിട്ടിത്തുള്ളി തന്റെ മുറിയിലേക്ക് പോയി. അപ്പോൾ പത്തനാപുരത്ത് സത്യനേശൻ മുതലാളിയുടെ ബംഗ്ലാവിൽ വേലക്കാരി ഭവാനിയുടെ മൃതദേഹം ആംബുലൻസിൽ കയറ്റുകയായിരുന്നു. ശിവജിയും കൊടുവാൾ സത്താറും കൂറുമാറിയ വിശ്വന്റെ ഗുണ്ടകളുമെല്ലാം അവിടെയുണ്ടായിരുന്നു. മുറ്റത്തെടുത്തിട്ട കസേരകളിൽ ഇരിക്കുകയാണ് SI മാർത്താണ്ഡനും സത്യനേശനും. വിശ്വൻ ഇതേവരെ തിരിച്ചെത്താത്തതിന്റെ ഉത്കണ്ഠയുമുണ്ട് സത്യനേശന്. 10 മണിയോടുകൂടി പേരുമേട്ടിൽ നിന്നെത്തിയ ശേഷമാണ് സത്യനേശൻ ഭവാനിയുടെ മരണം അറിയുന്നത്. ഉടൻ തന്നെ പോലീസിൽ വിവരമറിയിക്കുകയും ശിവജിയെയും മറ്റും വിളിച്ചു വരുത്തുകയായിരുന്നു. ഒറ്റ നോട്ടത്തിൽ ആത്മഹത്യയാണെന്ന് തോന്നുമായിരുന്നെങ്കിലും മാർത്താണ്ഡന്റെ മനസ്സിൽ സംശയം ബാക്കി നിന്നു. അതിന്റെ ഒരു കാരണം ഗ്യാസ് അടുപ്പിൽ കത്തിക്കരിഞ്ഞ ഭക്ഷണവും പാത്രവുമാണ്. ആത്മഹത്യ ചെയ്യാൻ ഭവാനി തീരുമാനിച്ചെങ്കിൽ അവൾ പിന്നെ ഭക്ഷണം പാകം ചെയ്യേണ്ട കാര്യമെന്ത്? രണ്ടാമത് അവിടെ നിന്ന് കിട്ടിയ മദ്യക്കുപ്പി. പകൽ നേരത്ത് ഭവാനി മദ്യപിച്ചു എന്ന് വിശ്വസിക്കാൻ പ്രയാസം. മദ്യത്തിൽ വിഷം ചേർത്ത് കഴിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ട് കുറവ് അല്ലാതെ കഴിക്കുന്നതിനാണ്. പക്ഷേ പിടിവല്ലി നടന്നതിന്റെ ഒരു ലക്ഷണം പോലും കാണാതെ കൊലപാതകമെന്ന് എങ്ങനെ പറയും? വാച്ചറ ചോദ്യം ചെയ്തിട്ടും സംശയിക്കത്തക്കതായി ഒന്നും കിട്ടിയിട്ടില്ല. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞേ എനിക്ക് എന്തെങ്കിലും പറയാൻ കഴിയൂ മുതലാളി. സത്യനേശനോട് പറഞ്ഞുകൊണ്ട് മാർത്താണ്ഡൻ എഴുന്നേറ്റു. പെട്ടെന്നാണ് വൃദ്ധനായ ഒരാളെയും കൊണ്ട് ഒരു പോലീസുകാരൻ അവിടേക്ക് വന്നത്. സർ. SIക്ക് മുന്നിൽ കോൺസ്റ്റബിൾ അറ്റൻഷനായി. എന്താടോ? ഇന്നലെ ഉച്ചയോടടുത്ത നേരത്ത് 3 പേർ പിന്നിലെ മതില് ചാടി വാഴത്തോട്ടത്തിലേക്ക് ഇറങ്ങുന്നതും കുറച്ചു കഴിഞ്ഞ് ആ വഴി തന്നെ തിരിച്ചു പോകുന്നതും ഇയാൾ കണ്ടു സാർ. ശിവജിയും സത്താറും അത് കേട്ട് ഞെട്ടലോടെ പരസ്പരം നോക്കി. തന്റെ വീടിന് പിന്നിലെ വീട്ടിൽ താമസിക്കുന്നയാളാണ് ആ വൃദ്ധനെന്ന് സത്യനേശനും തിരിച്ചറിഞ്ഞു. ആ നേരാണോടോ? മാർത്താണ്ഡൻ ചാടി എഴുന്നേറ്റു. ആന്ന് സാറേ. വൃദ്ധൻ തലയാട്ടി. ശിവജിയുടെയും സത്താറിന്റെയും ഹൃദയതാളം പെരുകി. അവരെ കണ്ടാൽ തനിക്ക് തിരിച്ചറിയാമോ? വൃദ്ധനൊന്ന് പരുങ്ങി. എടോ അറിയാമോന്ന്? മാർത്താണ്ഡൻ അയാളുടെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു. അറിയാം സാറേ. അയാൾ ഭയന്നുപോയി. എങ്കിൽ പറ, ആരാ അവര്? വൃദ്ധൻ തങ്ങൾക്ക് നേരെ നോക്കുന്നത് കണ്ട് ശിവജിയും സത്താറിനും തലകറങ്ങി. എടോ പറയാൻ! അലറുന്ന മാർത്താണ്ഡനെയും ഒപ്പം തങ്ങളുടെ നേരെ കൈ ചൂണ്ടുന്ന വൃദ്ധനെയും കണ്ണിൽ ഇരുൾ നിറയുന്നതിനിടയിൽ അവർ കണ്ടു. അധ്യായം 38. ശിവജിയുടെയും കൊടുവാൾ സത്താറിന്റെയും അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു കൂറുമാറിയ ഗുണ്ടകളും. ഈ വൃദ്ധൻ സത്യം പറഞ്ഞാൽ വിശ്വന്റെ കൊലപാതകം പുറത്തു വരും. എവിടേക്കെങ്കിലും ഓടിപ്പോയാലോ എന്നാണ് ശിവജി ചിന്തിച്ചത്. പക്ഷേ കൂടുതൽ കുഴപ്പമാകും.
ഗേറ്റിനകത്തും പുറത്തുമായി നല്ലൊരു ജനക്കൂട്ടമുണ്ട്, പോലീസുകാരും. താനെന്താടോ നിന്ന് കഥകളി മുദ്ര കാണിക്കുന്നത്? വാ തുറന്ന് പറയടോ. എസ് ഐ മാർത്താണ്ഡൻ കൈ ഓങ്ങി. ഞാൻ കണ്ടത്. വൃദ്ധന്റെ നാവിൽ നിന്ന് വാക്കുകൾ അടർന്നു വീണു. ശിവജിയും വേറെ രണ്ടുപേരെയുമാ. ദാണ്ടെ ശിവജിയുടെ അടുത്ത് നിൽക്കുന്നവൻ തന്നെ ഒരാള്. ശരീരം തളർന്ന് താൻ താഴെ വീഴാൻ പോകുകയാണെന്ന് ശിവജിക്ക് തോന്നി. അത് മനസ്സിലാക്കിയതുപോലെ സത്താർ അവന്റെ തോളിൽ കൈവച്ചു. അവൻ ഞെട്ടിയുണർന്നതുപോലെ ചുറ്റിനും പകച്ച് നോക്കി. സത്യനേശന്റെ പക പുകയുന്ന കണ്ണുകളാണ് ആദ്യം കണ്ടത്. കസേരയിൽ നിന്ന് ചാടി എഴുന്നേറ്റ അയാളുടെ ശബ്ദമുയർന്നു. നേരാണോ ശിവജി ഇയാൾ പറയുന്നത്? മുതലാളി, ഞാൻ. വളരെ പെട്ടെന്ന് അവൻ മനസ്സിനെ നിയന്ത്രിച്ചു. ഇന്നലെ ഞാൻ ഈ ഭാഗത്തേക്ക് പോലും വന്നിട്ടില്ല. സത്യനേശന്റെ കണ്ണുകൾ കുറുകി. അയാൾ വൃദ്ധന് നേരെ തിരിഞ്ഞു. താൻ ഇവരെ തന്നെയാണോ മാധവ കണ്ടത്? കടുപ്പിച്ചങ്ങനെ ചോദിച്ചപ്പോൾ വൃദ്ധന് ഒരു സംശയം. അപ്പോൾ മാർത്താണ്ഡൻ ഉറക്കെ ചിരിച്ചു. മുതലാളി, പ്രായക്കൂടുതൽ കൊണ്ട് ഇയാൾക്ക് തോന്നിയതാവും. എനിക്കുറപ്പുണ്ട് ശിവജി ഇവിടെ വന്നിട്ടില്ലെന്ന്. കാരണം ഇന്നലെ ഉച്ചയ്ക്ക് ഇവനെ ഞാനെന്റെ ഭാര്യ വീട്ടിലേക്ക് അയച്ചിരിക്കുകയായിരുന്നു. ഇത്തവണയും ഞെട്ടിയത് ശിവജി തന്നെയാണ്. എസ് ഐ എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? സത്യനേശന്റെ മുഖം അയഞ്ഞു. മാധവൻ തല താഴ്ത്തി. താൻ ആദ്യം ഒരു കണ്ണാടി വാങ്ങിച്ച് മുഖത്ത് വെക്ക്, ഇല്ലെങ്കിൽ നിരപരാധികളൊക്കെ പോലീസിന്റെ ഇടി വാങ്ങേണ്ടി വരും, ശിവജി നേർത്ത ചിരിയോടെ പറഞ്ഞു. മാധവൻ പിന്നെയും തർക്കിക്കാൻ ഭാവിച്ചു. എന്നാൽ എസ് ഐ അയാളെ പിന്നോട്ട് തള്ളി. പൊയ്ക്കോ, മനുഷ്യരുടെ സമയം കളയാൻ വന്നിരിക്കുന്നു. ശിവജിയെയും സത്താറിനെയും ഒന്നുകൂടി തിരിഞ്ഞു നോക്കിയിട്ട് മാധവൻ ഗേറ്റിലേക്ക് നടന്നു. ശിവജി ആശ്വാസത്തോടെ നിശ്വസിച്ചു. മുതലാളി, മാർത്താണ്ഡൻ വിളിച്ചു, ഭവാനിയുടേത് കൊലപാതകമാണെങ്കിൽ ഞാൻ 24 മണിക്കൂറിനുള്ളിൽ അത് തെളിയിച്ചിരിക്കും. അല്ലെങ്കിൽ തന്റെ തൊപ്പി ഞാൻ തെറിപ്പിക്കും. കനത്തിൽ അങ്ങനെ പറഞ്ഞിട്ട് സത്യനേശൻ ബംഗ്ലാവിനുള്ളിലേക്ക് പോയി. ശിവജി വാതിൽക്കൽ എത്തിയിട്ട് അയാൾ വിളിച്ചു. ഓ. ചങ്കിടിപ്പോടെ അവൻ പിന്നാലെ ചെന്നു. സത്യനേശൻ സിറ്റിംഗ് റൂമിലെ സെറ്റിയിലേക്കിരുന്നു. വിശ്വൻ എവിടെ പോയെന്ന് യാതൊരു വിവരവുമില്ലല്ലോടാ. ഇല്ല മുതലാളി, സെല്ലിൽ പലവട്ടം വിളിച്ചു നോക്കി, കിട്ടുന്നില്ല. അവൻ അറിയിച്ചു. എനിക്കെന്തോ അപകടം മണക്കുന്നു. വിശ്വനെ എത്രയും വേഗം കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാം. ശിവജി ആഹ്ലാദം ഉള്ളിലമർത്തി. ഭവാനിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയി. ജനങ്ങളും പോലീസും പിരിഞ്ഞു. ശിവജി ഗുണ്ടകളെ വിളിച്ച് കർശനമായ താക്കീത് നൽകി. എന്തെങ്കിലും രഹസ്യം ആരിൽ നിന്നെങ്കിലും പുറത്തു പോയാൽ അവന്റെയൊക്കെ കാര്യം പോക്ക, അറിയാമല്ലോ. ഗുണ്ടകൾ തലയാട്ടി. ഈ നേരത്ത് വയനാട്ടിലെ മുള്ളംകൊല്ലി കൊട്ടാരത്തിൽ ലക്ഷ്മിയും മറ്റും തിരഞ്ഞുപോയ വൈരനും സംഘവും തിരിച്ചെത്തിയിരിക്കുന്നു. ഒരിടത്തും അവരില്ല മുതലാളി. സംശയം തോന്നിയ വീടുകളിലൊക്കെ ഞങ്ങൾ കയറി തിരഞ്ഞു, വൈരൻ പറഞ്ഞു. അല്ലെങ്കിലും നിന്നെയൊക്കെ പറഞ്ഞു വിട്ടപ്പോഴേ എനിക്കറിയായിരുന്നു അണ്ടിപോയ അണ്ണാനെ പോലെ തിരിച്ചു വരുമെന്ന്. ഇത്തപ്പു പിന്നെ അവരെ വിളിച്ചത് പച്ചത്തെറിയാണ്. വൈരനും മറ്റും തലകുനിച്ചു. അവരെ കണ്ടുപിടിക്കാമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അയാൾ വന്ന് ബെൻസിൽ കയറി. കാറ് സുഗണൻ താമസിക്കുന്ന വീട്ടിലേക്ക് വിടടാ. കുരുമുളക് തോട്ടത്തിന് നടുവിലൂടെ ബെൻസ് പാഞ്ഞു. ഒറ്റപ്പെട്ട ഒരു ചെറിയ കെട്ടിടത്തിന് മുന്നിൽ അത് നിന്നു. ഇത്താപ്പുവിന്റെ വളപ്പുരയായിരുന്നു അത്. മുറ്റത്തിരുന്ന് പാത്രം കഴുകുകയായിരുന്നു രേഖ. അവൾ പെട്ടെന്ന് എഴുന്നേറ്റ് ഭവ്യതയോടെ നിന്നു. എന്തിയേടി സുഗണൻ? ഇത്താപ്പു മുറ്റത്തെത്തി. അച്ഛാ. രേഖ അകത്തേക്ക് നോക്കി വിളിച്ചു. എന്താ? സുഗണൻ ഇറങ്ങി വന്നു. ഇത്താപ്പുവിനെ കണ്ടതും വിനയോന്വിതനായി. അയ്യോ, മുതലാളിയോ? ഇങ്ങോട്ട് വാടാ. മുണ്ടിന്റെ മടക്കിക്കുത്ത് താഴ്ത്തിയിട്ടുകൊണ്ട് സുഗണൻ വേഗം വന്നു. മുതലാളി എന്താ ഇങ്ങോട്ട്? ഒരാളെ അയച്ചിരുന്നേലും ഞാൻ. സുഗണൻ പൂർത്തിയാക്കും മുൻപ് ഇത്താപ്പു അയാളുടെ കരണത്ത് ആഞ്ഞെന്ന് പൊട്ടിച്ചു. അമ്പരപ്പ് നിറഞ്ഞ ഒരു നിലവിളിയോടെ സുഗണൻ മറിഞ്ഞു വീണു. മുതലാളി. ഉടുത്തിരുന്ന മുണ്ടിൽ കൈ തുടച്ചുകൊണ്ട് കാർത്തിയായനിയും ഓടി വന്നു. അങ്ങേരെ കൊല്ലല്ലേ മുതലാളി. മാറി നിൽക്കടി അങ്ങോട്ട്. ഇത്താപ്പു കൈ ചൂണ്ടി. കാർത്തിയായനി മാറി നിന്നു. രേഖ അവരുടെ പിന്നിലേക്ക് മാറി. എഴുന്നേൽക്കടാ. ഇത്താപ്പു വീണ്ടും സുഗണന് നേരെ തിരിഞ്ഞു. യാന്ത്രികമായി ഭീതിയോടെ സുഗണൻ എഴുന്നേറ്റു. ഞാൻ എന്ത് ചെയ്തിട്ടാ മുതലാളി എന്നെ? ഇപ്പോഴും നീയൊന്നും ചെയ്തില്ല. പക്ഷെ ഒരിക്കൽ നീ ഇന്ദ്രനെയും കുടുംബത്തെയും നിന്റെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചു. അതിന്റെ തലവേദന ഇന്ന് അനുഭവിക്കുന്നത് ഞാൻ കൂടിയാ. സുഗണന്റെ തല കുനിഞ്ഞു. നേരെ നോക്കടാ. ഇത്താപ്പുവിന്റെ ശബ്ദം മുറുകി. പേടിയോടെ സുഗണൻ മുഖമുയർത്തി. ഇത്താപ്പു തുടർന്നു. നീയായിട്ട് ഉണ്ടാക്കി വെച്ച തലവേദന നീയായിട്ട് തന്നെ മാറ്റിത്തരണം. അല്ലെങ്കിൽ നിനക്കറിയാമല്ലോ എന്നെ. ചത്തു പുഴുവരിക്കുന്ന 3 ശരീരങ്ങൾ കബനിയിലൊഴുകും. അത് വേണോ? ഇത്താപ്പു തിരിഞ്ഞ് കാർത്തിയായനെയും രേഖയും കൂടി നോക്കി. പൊടുന്നനെ സുഗണൻ ഇത്താപ്പുവിന്റെ കാൽക്കലേക്ക് വീണു. ആ കാലുകളിൽ കെട്ടിപ്പിടിച്ചു. ഞങ്ങളെ ഉപദ്രവിക്കല്ലേ മുതലാളി. ഞാനെന്ത് വേണം? മുതലാളി പറയും പോലെ ചെയ്യാം. ഇത്താപ്പുവിന്റെ കണ്ണുകളിൽ കുറുക്കന്റെ കൗശലം തിളങ്ങി. ശരി, എഴുന്നേൽക്ക്. ഈ നിമിഷം മുതൽ നീ എന്റെ ആളല്ല, ഇന്ദ്രന്റെ ആളാണ്. ഏ? സുഗണൻ കണ്ണുമിഴിച്ച് നിന്നുപോയി. ഹാ. ഗൂഢമായ പുഞ്ചിരിയോടെ ഇത്താപ്പു തലയാട്ടി. 4 മണിയോടടുത്ത നേരത്താണ് സുശീലയുടെ ശരീരം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് സീതാ മൗണ്ടിൽ എത്തിച്ചത്. നെല്ലിലാൽ കുമാറിന്റെ വാടക വീടിന്റെ മുറ്റത്ത് ശവം ഇറക്കിയപ്പോൾ തന്നെ നെഞ്ചത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് ലക്ഷ്മിയും ഭദ്രയും അരുണയും ഓടിയെത്തി.
അല്പം മുൻപായിരുന്നു ഒളിച്ചു താമസിച്ചിരുന്ന ഭാഗത്തു നിന്നും ജനകീയ സേനക്കാർ അവരെ അവിടെ എത്തിച്ചത്. സുശീലയുടെ ശരീരത്തിലേക്ക് വീണ് കരഞ്ഞു പെൺകുട്ടികൾ. അടുത്ത വീട്ടിലെ സ്ത്രീകൾ അവരെ പിടിച്ചകറ്റാൻ നടത്തിയ ശ്രമം പാഴായി. ഒരു മരപ്പാവയെപ്പോലെ ഇന്ദ്രൻ തിണ്ണയിലെ തൂണും ചാരി ഇരുന്നു. മൃതദേഹം കൊണ്ടുവന്ന വിവരമറിഞ്ഞ് ആളുകൾ അവിടേക്ക് വന്നുകൊണ്ടിരുന്നു. ചാക്കൻ ഇന്ദ്രന്റെ അടുത്തെത്തി തോളിൽ കൈവച്ചു. അവൻ പതുക്കെ മുഖമുയർത്തി. ഇന്ദ്ര, അമ്മയെ അടക്കം ചെയ്യുന്നത് എവിടെയാ? എന്റെ പറമ്പിലേക്ക് കൊണ്ടുപോയാലോ? ഇന്ദ്രന്റെ തലയ്ക്കുള്ളിൽ ഒരു കാറ്റിന്റെ മുഴക്കം. ഇവിടെ തനിക്ക് ഒരു പിടി മണ്ണില്ല. ചവിട്ടി നിൽക്കുന്ന ഭൂമി പോലും അന്യം. ഒരുപക്ഷെ കുമാരേട്ടനോട് പറഞ്ഞാൽ ഈ പറമ്പിൽ അടക്കം ചെയ്യാൻ സമ്മതിച്ചേക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ചാക്കൻ പറഞ്ഞതുപോലെ ചെയ്യണം. എന്നാലും മറ്റൊരാളുടെ വസ്തുവിൽ അടക്കം ചെയ്താൽ തനിക്ക് ഇഷ്ടമുള്ളപ്പോൾ സ്വാതന്ത്ര്യത്തോടെ ആ കുഴിമാടത്തേക്ക് ചെല്ലാൻ കഴിയുമോ? എന്താ ഇന്ദ്ര, ഞങ്ങളൊക്കെ അന്യരാണോ നിനക്കെപ്പോഴും? അവന്റെ മനോഗതം അറിഞ്ഞതുപോലെയായിരുന്നു ചാക്കന്റെ ചോദ്യം. ഇല്ല ചാക്ക, ഒരിക്കലും അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല ഞാൻ. എന്നാലും ഒരെന്നാലുമില്ല. ഇന്ദ്രന്റെ അമ്മ എന്റെ അമ്മച്ചി തന്നെ, അത്രയും വിചാരിച്ചാൽ മതി നീ. അവൻ മറുപടി പറയാൻ ഭാവിക്കുകയായിരുന്നു. പെട്ടെന്നാണ് റോഡിൽ നിന്നൊരു ശബ്ദം കേട്ടത്. ചേട്ടത്തി. ഏവരും തിരിഞ്ഞു നോക്കി. സുഗുണൻ. എന്റെ പൊന്നു ചേട്ടത്തി, ഈ അനിയനോട് പൊറുക്കണേ. കരഞ്ഞു വിളിച്ചുകൊണ്ടുള്ള വരവാണ്. വിവരങ്ങൾ മുഴുവൻ അറിയാവുന്ന ആളുകൾ അന്ധാളിച്ചു. ഇന്ദ്രന്റെ മുഖഭാവം മാറിയത് പെട്ടെന്നാണ്. പല്ലി ഞെരിച്ചുകൊണ്ട് അവൻ ചാടി എഴുന്നേറ്റു. ചിറ്റപ്പ, നിൽക്കവിടെ. ആ ഗർജനത്തിൽ മരണവീട് ഒരു നിമിഷം നിശബ്ദമായി. ഇന്ദ്രന്റെ ഭാവമാറ്റം കണ്ട് ആളുകൾ അകന്നുമാറി. അവൻ സുഗുണന് നേരെ ചെന്ന് റോഡിലേക്ക് കൈ ചൂണ്ടി. ഇപ്പോൾ ഈ നിമിഷം ഇവിടുന്ന് പൊയ്ക്കൊള്ളണം. എന്റെ അമ്മയുടെ ശവം നിങ്ങൾ കാണണ്ട. നിങ്ങൾ എവിടെയുണ്ടെന്ന് അറിഞ്ഞിട്ടും ഞാൻ അങ്ങോട്ട് വന്ന് പക തീർക്കാതിരുന്നത് നിങ്ങളെന്റെ അച്ഛന്റെ അനുജനാണെന്ന ഒറ്റ വിചാരം കൊണ്ട് മാത്രമാ. പക്ഷെ ഇനി നിങ്ങൾ ഇവിടെ നിന്നാൽ ഞാൻ എന്നെ തന്നെ മറന്നെന്നിരിക്കും. ഇന്ദ്ര മോനെ, തെറ്റുപറ്റാത്ത മനുഷ്യരുണ്ടോടാ? എനിക്കും അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. വളരെ വൈകിയ ഞാൻ അതറിഞ്ഞത്. ചിലമ്പിച്ച ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ട് സുഗുണൻ തന്റെ ഇടതുകാവിൽ കാണിച്ചു. നീ നോക്കിക്കേ, അതിന്റെ ഫലം ഞാനിപ്പോൾ അനുഭവിക്കുക. അയാളുടെ കവിളിൽ തിണർത്തു കിടക്കുന്ന കൈവിരൽ പാടുകൾ അവൻ കണ്ടു. സുഗുണൻ വീണ്ടും പറഞ്ഞു. നീ എന്നെ കൊല്ലുന്നെങ്കിൽ അങ്ങ് കൊന്നേര്. നിന്റെ കൈകൊണ്ട് മരിച്ചാൽ അത് ഭാഗ്യമാണെന്നാ ഇപ്പോഴത്തെ എന്റെ വിചാരം. അത്രമാത്രം നിന്നെ ഞാൻ ദ്രോഹിച്ചിട്ടുണ്ട്. പുതിയ അടവുമായിട്ടുള്ള ഈ വരവ് നന്നായി. പക്ഷെ അതെന്റെ മുന്നിൽ വില പോകത്തില്ല ചിറ്റപ്പ. അവൻ ഒട്ടും അയഞ്ഞില്ല. ഇത് എന്റെ അഭിനയമാണേൽ നീ എന്നെ കൊന്നോടാ. എന്നാലും എനിക്കൊരപേക്ഷയുണ്ട്. അതെങ്കിലും നീയൊന്ന് കേൾക്ക്. സുശീല ചേട്ടത്തിയുടെ കാൽ തൊട്ട് ഒന്ന് നമസ്കരിക്കാനെങ്കിലും നീ സമ്മതിക്കണം. പിന്നെ കരുണേട്ടനെ അടക്കം ചെയ്തതിനടുത്ത് തന്നെ ചേട്ടത്തെയും അടക്കണം. അവരൊന്നിച്ച് എന്റെ മണ്ണിൽ ഉറങ്ങട്ടടാ. അവസാന വാചകം ഇന്ദ്രന്റെ മനസ്സിൽ തട്ടി. അച്ഛന്റെയും അമ്മയുടെയും കുഴിമാടങ്ങൾ അടുത്ത്. പെട്ടെന്നൊരുത്തരം നൽകാൻ അവനായില്ല. തോളിൽ ആരോ തൊട്ടപ്പോൾ ഇന്ദ്രൻ പതുക്കെ തിരിഞ്ഞു. നെല്ലിലാൽ കുമാരനാണ്. മോനെ ഇന്ദ്ര, സുഗുണന്റെ ആഗ്രഹം നടക്കട്ടെ. അവന് നല്ല ബുദ്ധി തെളിഞ്ഞാൽ നമ്മൾ സന്തോഷിക്കണം. ഇന്ദ്രൻ തലയാട്ടി. സുഗുണൻ സുശീലയുടെ കാലിൽ പിടിച്ച് പൊട്ടിക്കരഞ്ഞു. സന്ധ്യയ്ക്ക് മുൻപ് തന്നെ കൊളവള്ളിയിലെ സുഗുണന്റെ പറമ്പിൽ കരുണന്റെ കുഴിമാടത്തിനരികിൽ തന്നെ സുശീലയെയും അടക്കം ചെയ്തു. ആളുകൾ മുക്കാലും പിരിഞ്ഞുപോയി. പുറത്തു ദുഃഖം അഭിനയിച്ചുകൊണ്ട് താൻ വന്ന കാര്യം ആദ്യഘട്ടം വിജയിച്ച സന്തോഷത്തിൽ സുഗുണൻ വീടിന്റെ തിണ്ണയിൽ കുത്തിയിരുന്നു. അപ്പോഴും സംശയം തീരാത്ത മട്ടിൽ അരുണ തന്നെ സൂക്ഷിച്ചു നോക്കുന്നത് അയാൾ കണ്ടില്ലെന്ന് നടിച്ചു. മാനത്ത് കാളിമ പരന്നു. ഇരുട്ടായും മഴയായും അത് ഭൂമിയിലേക്ക് ചിതറി വീഴുവാൻ വെമ്പുകയാണ്. പത്തനാപുരത്തപ്പോൾ തെളിഞ്ഞ മാനമായിരുന്നു. മേഴ്സിയുടെ വീട്ടിലിരുന്ന് ബിയറിൽ ബ്രാൻഡി കലർത്തി കുടിക്കുകയായിരുന്നു ശിവജിയും കൊടുവാൾ സത്താറും. താഴ്ത്തിക്കുത്തിയ ലുങ്കിക്ക് മുകളിലുള്ള മേഴ്സിയുടെ പൊക്കിളും വയറും ഒളികണ്ണിട്ട് കണ്ട് രസിക്കുന്നുണ്ട് സത്താർ. മേഴ്സിക്ക് അത് മനസ്സിലായെന്ന് തോന്നുന്നു. നേർത്ത ചിരിയോടെ അവൾ അങ്ങനെ തന്നെ നിന്നു. ഭവാനിയുടെ ശവം ദഹിപ്പിച്ചു കഴിഞ്ഞു. ഒരു കുപ്പി ബിയറൂടെ കൊണ്ടുവാടി ശിവജി പറഞ്ഞപ്പോൾ അരക്കെട്ട് കുലുക്കി മേഴ്സി അകത്തേക്ക് പോയി. എന്നാലും ആ മാർത്താണ്ഡൻ നമ്മളെ രക്ഷിച്ചതെന്തിനാന്നാ പിടികിട്ടാത്തത്? ശിവജിയെ നോക്കി സത്താർ ശബ്ദം താഴ്ത്തി. ദേ, വെള്ളമടിച്ചെന്ന് കരുതി അഴകഴാന്ന് വല്ലതും വിളിച്ചു പറഞ്ഞാലുണ്ടല്ലോ, ഇക്കാര്യമൊന്നും മേഴ്സിക്ക് അറിയത്തില്ല. ശിവജി മുന്നറിയിപ്പ് കൊടുത്തു. ശോ! അബദ്ധം പിണഞ്ഞ മട്ടിൽ സത്താർ സ്വയം വാ പൊത്തി. മാർത്താണ്ഡൻ എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട്, തീർച്ചയാ. ശിവജി അത് പറഞ്ഞപ്പോഴേക്കും ഫോൺ ശബ്ദിച്ചു. അവൻ അതെടുത്ത് നമ്പർ നോക്കി. ഹോ, ഒടുക്കത്തെ ആയുസ. കല്ലേ വെച്ചരച്ചാലും മാർത്താണ്ഡൻ ചാകത്തില്ല. നമ്മളങ്ങോട്ട് പറഞ്ഞു നിർത്തിയതല്ലേ ഉള്ളൂ. അവൻ ഫോൺ കാതോട് ചേർത്തു. പറഞ്ഞോ മാർത്താണ്ഡൻ സാറേ, നിന്നെ എനിക്കൊന്ന് കാണണം ഒറ്റയ്ക്ക്. എന്താ സാറേ? പേഴ്സണലാ. നിനക്ക് ഊഹിക്കാൻ കഴിഞ്ഞേക്കും. എന്നാലും നേരിട്ട് പറയാം. എപ്പോഴാ? എവിടെ വെച്ചാ? നീ ഇപ്പം ആ മേഴ്സിയുടെ വീട്ടിലല്ലേ? ഏയ്. എങ്കിൽ ഗ്ലാസ്സിലൊഴിച്ചത് വിഴുങ്ങിയേച്ച് പൊരുന്തക്കുഴി അക്കുഡറ്റിന്റെ അടുത്തേക്ക് വാ. ഞാനവിടെ എത്താം. ശരി. ഫോൺ കീശയിലിട്ടപ്പോഴേക്കും മേഴ്സി ബിയർ മുന്നിൽ കൊണ്ടുവന്ന് ഓപ്പൺ ചെയ്തു. ശിവജി കുപ്പിയോടെ എടുത്ത് വായിലേക്ക് കമഴ്ത്തി.
പകുതിയോളം അകത്താക്കിയിട്ട് കുപ്പി മേശപ്പുറത്ത് വെച്ചു. പിന്നെ സത്താറിനെ നോക്കി കണ്ണിറുക്കി. നിന്റെ ബൈക്കിന്റെ താക്കോലിങ്ങോട്ട് താടാ, ഞാനിപ്പം വരാം. അതുവരെ നീ മേഴ്സിയുമായിട്ട് മിണ്ടിയും പറഞ്ഞുമിരിക്കി. താക്കോൽ വാങ്ങി ശിവജി മുറ്റത്തിറങ്ങി. ബൈക്ക് പത്തനാപുരം ഭാഗത്തേക്ക് പോയി. കുമരംകുടി KIP കനാൽ റോഡ് വിജനമായിരുന്നു. കനാൽ നിറയെ വെള്ളമാണ്. പൊരന്തക്കുഴി അക്കുടറ്റിന് മുകളിൽ അവൻ ബൈക്ക് നിർത്തി. കശുമാവിൻ തോപ്പ് നിഴൽ വിരിച്ച ഭാഗത്തേക്ക് കയറ്റിയിട്ടിരിക്കുന്ന ഒരു ജീപ്പിന്റെ ഇരുണ്ട രൂപം അവൻ കണ്ടു. കനാലിലെ വെള്ളത്തിന്റെ ഐസിന്റെ തണുപ്പിനെ വലിച്ചെടുത്തു കൊണ്ടുവരുന്നത് പോലെ ഒരു കാറ്റ് വീശി. ബൈക്ക് സ്റ്റാൻഡിൽ വെച്ച് ശിവജി ഇറങ്ങി. അക്കരെ കുന്നിൽ നിന്ന് ഒരു വാഹനത്തിന്റെ വെളിച്ചം ചിതൽവെട്ടി എസ്റ്റേറ്റിലൂടെ വന്ന് വളഞ്ഞ് താഴേക്കിറങ്ങുന്നത് കണ്ടു. ജീപ്പിൽ നിന്ന് മാർത്താണ്ഡൻ ഇറങ്ങി വന്നു. ഇരുവരും അക്കുടറ്റിന്റെ മുകളിൽ നിന്നു. അക്കുടറ്റിന്റെ മേൽമൂടിയില്ലാത്ത ഭാഗത്ത് നക്ഷത്രങ്ങളുടെ പ്രതിബിംബം ഓളപ്പരപ്പിൽ പുളഞ്ഞു നിന്നു. എന്താ സാറേ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? മാർത്താണ്ഡൻ മറുപടി പറയാൻ ഭാവിക്കുമ്പോൾ താഴെ നിന്ന് വളഞ്ഞ് കയറ്റം കയറി വരുന്ന ഒരു വാഹനത്തിന്റെ വെളിച്ചം അവരിൽ പതിഞ്ഞു. ഇനി ഒളിച്ചിട്ട് കാര്യമില്ല. ആ വാഹനം അവർക്ക് മുന്നിൽ വന്ന് ബ്രേക്കിട്ടു. ഒരു ടൊയോട്ട. അതിന്റെ ബാക്ക് സീറ്റിൽ നിന്നിറങ്ങിയ സത്യനേശൻ മുതലാളി വെളിച്ചത്തിലേക്ക് വന്നു. മാർത്താണ്ഡനും ശിവജിയും പ്രേതത്തെ കണ്ടതുപോലെ വിളറിപ്പോയി. എനിക്ക് നേരത്തെ സംശയമുണ്ടായിരുന്നു. കൊലയാളിക്ക് പോലീസ് ഉദ്യോഗസ്ഥന്റെ കൂട്ട്. സത്യനേശൻ ഒന്ന് ചിരിച്ചു. മാർത്താണ്ഡനും ശിവജിയും കിടുങ്ങി നിന്നു. സത്യനേശന്റെ മുഖം കനൽ പോലെ തിളങ്ങുന്നതും കണ്ണിൽ നിന്ന് അഗ്നി ചിതറുന്നതും മാർത്താണ്ഡനും ശിവജിയും കണ്ടു. മിടയിറക്കാനുള്ള ശക്തി പോലും അവരിൽ നിന്ന് ചോർന്നു. സത്യനേശൻ അവർക്കരികിലേക്ക് അല്പം കൂടി നീങ്ങി നിന്നു. സത്യം പറയുന്നത് കേട്ട് രണ്ടുപേരും വിളറിപ്പോയല്ലോ അല്ലേ? അല്ല മുതലാളി, ഈ പറഞ്ഞതൊന്നും പിടികിട്ടാതെ മാർത്താണ്ഡൻ വല്ല വിധേനയും പറഞ്ഞപ്പിച്ചു. സത്യനേശൻ ശിവജിയുടെ നേരെ തിരിഞ്ഞു. അവൻ തലകുനിച്ചു പോയി. സത്യനേശൻ തുടർന്നു. മാർത്താണ്ഡ, കേസ് തെളിയിക്കാൻ നീ മിടുക്കനാണെന്ന് എനിക്കറിയാം. എന്നിട്ടും ജോർജ് മേസ്ത്രിയുടെ കൊലപാതകം തെളിയാത്തത് എന്താണെന്ന് ഞാനന്ന് സംശയിച്ചു. എന്നാൽ ഇന്ന് യാദർച്ഛികമായി ഒരാൾ എന്നോട് പറഞ്ഞു ശിവജിയാണിത് പിന്നിലെന്ന്. താനും ശിവജിയും തമ്മിൽ എന്തൊക്കെയോ ഇടപാടുകളുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു. ഇപ്പോൾ അത് വ്യക്തമാവുകയും ചെയ്തു. മാർത്താണ്ഡൻ അമ്പരപ്പിൽ വായി തുറന്നു. താൻ അറിയാത്ത കാര്യമാണ് മുതലാളി പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ശിവജിക്ക് ആശ്വാസമായിരുന്നു. ഭവാനിയുടെ കൊലപാതക കാര്യമാണെന്നാണ് താൻ കരുതിയത്. സത്യമായിട്ടും എനിക്കതേക്കുറിച്ച് മനസ്സറിവില്ലായിരുന്നു മുതലാളി, മാർത്താണ്ഡൻ പറഞ്ഞു. അതെന്തുമാകട്ടെ, ശിവജി എന്റെ ആളാ, താനത് മറക്കരുത്. SI തലയാട്ടി. സത്യനേശൻ ശിവജിയുടെ തോളിൽ തൊട്ടു. നീ ഭയക്കണ്ട. അതിരിക്കട്ടെ, ഈ നേരത്തെ ഇവിടെ? ഞാൻ പുന്നല വരെ പോകാൻ വന്നതാ, വിശ്വനെ തേടി. അപ്പോഴാ മാർത്താണ്ഡൻ സാറിനെ കണ്ടത്. എങ്കിൽ നീ ഇനി അങ്ങോട്ട് പോകണ്ട, വിശ്വൻ അവിടെ ഇല്ല. അയാൾ തിരിഞ്ഞ് കാറിന് നേരെ നടന്നു. ഡോർ തുറന്നിട്ടാണ് ബാക്കി പറഞ്ഞത്. ഞാൻ അവിടുന്ന് വരികയാ. കാർ നീങ്ങി. അതിന്റെ പിന്നിലെ ചുവന്ന വെളിച്ചം കനാലിന്റെ അങ്ങേ വളവിൽ മറഞ്ഞു. മോനെ ശിവജി, ഞാൻ കരുതിയത് പോലെയൊന്നും അല്ലല്ലോടാ കഴിവേറി നീ. മാർത്താണ്ഡന്റെ ശബ്ദം കേട്ടപ്പോൾ ശിവജി ഞെട്ടി ഉണർന്നു. നിന്റെ അക്കൗണ്ടിൽ ഇപ്പോൾ 2 കൊലപാതകങ്ങളായി. ഇനി എത്ര പേരെ കൂടി നീ കൊന്നിട്ടുണ്ടടാ? ഇനിയിപ്പോ ഒളിച്ചിട്ട് കാര്യമില്ല സാറേ. മേസ്ത്രിയെയും ഭവാനിയെയും കൊന്നത് ഞാൻ തന്നെ. ഒരു SIയുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ പറയാൻ നിനക്ക് ചങ്കൂറ്റമുണ്ടായി അല്ലേടാ? ഈ നിമിഷം നിന്നെ ഞാൻ തൂക്കിയെടുത്ത് അകത്തിടും, അറിയാമോ? പകുതി കളിയായും കാര്യവുമായാണ് മാർത്താണ്ഡൻ പറഞ്ഞത്. അതേ ഭാവത്തിൽ തന്നെ ശിവജിയും തിരിച്ചടിച്ചു. നാളെ കല്ലട ഇറിഗേഷൻ കനാലിലൂടെ ഒരു കാക്കിധാരിയുടെ ശവം ഒഴുകുന്നുവെന്ന് ആളുകളെ കൊണ്ട് പറയിപ്പിക്കണോ സാറേ? മാർത്താണ്ഡന്റെ കണ്ണുകൾ കുറുകുന്നത് ശിവജി കണ്ടില്ല. കൊല്ലിനും കൊലയ്ക്കും അടിക്കാത്ത കറതീർന്ന ഒരു ക്രിമിനലാണ് തന്റെ മുന്നിൽ നിൽക്കുന്നതെന്ന് ആ നിമിഷം മാർത്താണ്ഡൻ മനസ്സിലാക്കുകയായിരുന്നു. ശിവജിയോട് ഏറ്റുമുട്ടിയാൽ തന്റെ കുടുംബം പോലും കാണില്ലെന്ന് തിരിച്ചറിഞ്ഞവനാണ് താൻ. അതുകൊണ്ട് മൗനം പാലിക്കുന്നതാണ് ബുദ്ധി. പോലീസിനൊരു കേസുണ്ടാക്കാനും തെളിവുണ്ടാക്കാനും ബുദ്ധിമുട്ടില്ലെന്ന് നിനക്കറിയാമല്ലോ. അതുപോട്ടെ, നമ്മൾ തമ്മിലുള്ള ഇരിപ്പ് വെച്ച് നോക്കുമ്പോൾ നീ ശിക്ഷിക്കപ്പെടാതിരിക്കുകയും എനിക്ക് പ്രയോജനമുണ്ടാവുകയും വേണമല്ലോ. മാർത്താണ്ഡൻ ഒരു സിഗരറ്റ് കത്തിക്കാനുള്ള നേരമെടുത്തു. നിനക്കറിയാമല്ലോ സത്യനേശൻ മുതലാളിയെ. ഭവാനിയെ കൊന്നത് നീയാണെന്ന് എന്തെങ്കിലും സംശയം തോന്നിയ അയാള് പിന്നെ നിന്റെ കുടുംബത്തിൽ ഒന്നിനെപ്പോലും ബാക്കി വെക്കത്തില്ല. അതുകൊണ്ടാ നീ എനിക്ക് വേണ്ടി പോയിരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞത്. അത് മനസ്സിലായി. പിന്നെ സാർ എന്നെ ഇങ്ങോട്ട് വിളിച്ചതും അതിനുള്ള നന്ദി വാങ്ങിക്കാൻ വേണ്ടിയാണെന്നറിയാം. എത്ര വേണമെന്ന് പറഞ്ഞാൽ മതി? ശിവജി അക്കുടറ്റിന്റെ കൈവരയിൽ പിടിച്ച് വെള്ളത്തിലേക്ക് നോക്കി നിന്നു. ഭവാനിക്ക് വേണ്ടി 5, അതായിരുന്നു എന്റെ കണക്ക്. പിന്നല്ലയോ മുതലാളി ജോർജിന്റെ കാര്യം പറഞ്ഞത്? അതും കൂടി ചേർക്കുമ്പോൾ 10 ലക്ഷം. മാർത്താണ്ഡൻ കണക്ക് അവതരിപ്പിച്ചു. അതല്പം കൂടുതലല്ലയോ സാറേ? കുറവാണെന്നാ എന്റെ വിചാരം. പിന്നെ നീയായതുകൊണ്ടാ. ഒരു കാര്യം കൂടി, കൊച്ചിയിൽ വന്നിറങ്ങി എന്ന് പറയുന്ന വ്യാജനൊന്നും തന്നേക്കല്ലേ? അതില്ല, അക്കാര്യത്തിൽ ഞാൻ ഡീസന്റാ. നാളെ രാത്രിയിൽ പെട്ടി ക്വാർട്ടേഴ്സിലെത്തും. എന്താ? മതി. എന്നാലും നീ ഒന്ന് കരുതിക്കോണം. സത്യനേശൻ ആരകനാ. അവൻ ആരകനാണെങ്കിൽ ഞാൻ വെമ്പാലയാ, രാജവെമ്പാല.
ശിവജി അമർത്തിയൊന്ന് മൂളി. സത്യനേശന്റെ കാർ അപ്പോൾ പത്തനാപുരത്തെത്തിയിരുന്നു. SIയെയും ശിവജിയെയും അവിടെ വെച്ച് ഒന്നിച്ചു കാണാൻ കഴിഞ്ഞതിലെ ചേർച്ചയില്ലായ്മയായിരുന്നു അയാളുടെ മനസ്സിൽ. ഇക്കാലത്ത് ആരെയും വിശ്വസിക്കാൻ പാടില്ലാത്തതാണ്. വീട്ടിലെത്തുമ്പോഴും സത്യനേശൻ ഒരു തീരുമാനത്തിലെത്തിക്കഴിഞ്ഞിരുന്നു. കാറിൽ നിന്നിറങ്ങിയ ഉടനെ അയാൾ ഡ്രൈവറോട് പറഞ്ഞു, "നീ പോയി മാധവനെ ഇങ്ങോട്ടൊന്ന് വിളിച്ചുകൊണ്ട് വാടാ." "ശരി മുതലാളി." 10 മിനിറ്റിനുള്ളിൽ മാധവൻ സത്യനേശന്റെ മുന്നിൽ വന്ന് ഭവ്യതയോടെ നിന്നു. മുതലാളി വിളിപ്പിച്ചത്, "വാ, അകത്ത് കയറിയിരുന്ന് സംസാരിക്കാം." ഡ്രൈവറെ ഒന്ന് നോക്കിയിട്ട് മാധവൻ സത്യനേശന് പിന്നാലെ സിറ്റിംഗ് റൂമിലേക്ക് കയറി. സത്യനേശൻ വാതിലടച്ചു. മാധവന്റെ മുഖത്ത് പരിഭ്രമം നിറഞ്ഞു. അത് കണ്ട് സത്യനേശന് ചിരി വന്നു. "താൻ പേടിക്കേണ്ട മാധവ, എന്റെ ചോദ്യങ്ങൾക്ക് സത്യസന്ധമായ മറുപടി തന്നാ മതി." "തരാം." മാധവന്റെ ശബ്ദം ചിലമ്പി. "ഇരിക്കി." പറഞ്ഞിട്ട് അകത്തേക്ക് പോയ സത്യനേശൻ തിരിച്ചു വന്നപ്പോൾ മദ്യം നിറഞ്ഞ 2 ഗ്ലാസുകൾ കയ്യിലുണ്ടായിരുന്നു. ഒരെണ്ണം അയാൾ മാധവന് നീട്ടി. "കഴിക്ക്." "എനിക്ക് വേണ്ട മുതലാളി." "വേണം." വാക്കുകൾ കടുത്തു. "ഇല്ലെങ്കിൽ തന്റെ തലയിലൂടെ ഇതൊഴിക്കും ഞാൻ, അറിയാമല്ലോ." മാധവൻ പെട്ടെന്നത് വാങ്ങി ഒറ്റ വലിക്ക് കുടിച്ചു. മിടുക്കൻ. അയാൾക്കെതിരെ സത്യനേശനും ഇരുന്നു. ഒരു സിപ്പെടുത്തു. ഗ്ലാസ് ടീപ്പോയിൽ വെച്ചു. "പ്രശ്നം രാവിലത്തേത് തന്നെയാണ് മാധവ. ശിവജിയെയും സത്താറിനെയും മറ്റുമാണോ താൻ കണ്ടത്? എന്റെ മതിൽ ചാടിക്കടന്നത്? അത് പിന്നെ SI പറഞ്ഞല്ലോ ശിവജിയെ." പൂർത്തിയാക്കും മുൻപ് സത്യനേശൻ ചാടി എഴുന്നേറ്റു. ഗ്ലാസ്സിലിരുന്ന മദ്യമെടുത്ത് മാധവന്റെ മുഖത്തേക്ക് ഒഴിച്ചു. പിന്നെ അയാളുടെ ഉടുപ്പിൽ കുത്തിപ്പിടിച്ച് വലിച്ചുയർത്തി. "നോക്കു മാധവ, ഞാൻ ചോദിക്കുന്നതിന്റെ ഉത്തരമാണ് എനിക്ക് കിട്ടേണ്ടത്, അല്ലാതെ തന്റെ ഊഹങ്ങളല്ല. നീ കണ്ടത് അവരെ തന്നെയാണോ?" "ആണ്." മാധവന്റെ മുഖം തുടച്ചു. "ഉറപ്പ്?" "ഉറപ്പാ." കാര്യങ്ങളൊന്നും വിശദീകരിച്ച് സത്യനേശൻ പിടിവിട്ടു. മാധവൻ ഷർട്ട് വലിച്ച് നേരെയാക്കി. "പശുവിനെ അഴിച്ചു മാറ്റിക്കെട്ടാൻ വന്നതായിരുന്നു ഞാൻ. അപ്പോഴാ ശിവജിയും മറ്റു 2 പേരും കൂടി വന്നതും മതിൽ ചാടി കടന്നതും. അവരെന്നെ കണ്ടില്ല. എന്തോ പന്തികേട് തോന്നിയ ഞാൻ അവിടെ തന്നെ കാത്തുനിന്നു. ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവര് തിരിച്ചു പോവുകയും ചെയ്തു." സത്യനേശൻ മാധവന്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. അയാൾ പറഞ്ഞത് സത്യമാണെന്ന് ഉറപ്പാക്കി. "അപ്പോൾ ശിവജിയും മാർത്താണ്ഡനും ചേർന്ന് കളിക്കുകയാണ്. പക്ഷെ ഭവാനിയെ കൊന്നതെന്തിന്? കണ്ടെത്തണം. അതുവരെ ശിവജിക്ക് യാതൊരു സംശയത്തിനും ഇട കൊടുക്കുകയുമരുത്." സത്യനേശൻ തീരുമാനിച്ചു. അയാൾ പോക്കറ്റിൽ നിന്ന് ഒരു പിടി നോട്ട് വാരി മാധവന്റെ കയ്യിൽ വെച്ചുകൊടുത്തു. "ഇതിരിക്കട്ടെ മാധവ, തന്നെ ഞാൻ വിളിപ്പിച്ചെന്നോ ഇക്കാര്യം സംസാരിച്ചെന്നോ മറ്റാരും അറിയരുത്." "ഇല്ല." "എങ്കിൽ പൊയ്ക്കോ." ജീവൻ തിരിച്ചു കിട്ടിയതുപോലെ മാധവൻ മടങ്ങി. കൈകൾ പിന്നിൽ കെട്ടി സത്യനേശൻ മുറിയിലൂടെ 2-3 ചാൽ നടന്നു. തന്റെ ആൾക്കാരുമായി ശിവജിക്ക് വല്ലാത്ത അടുപ്പമുണ്ടിപ്പോൾ. അതുകൊണ്ട് ഇക്കാര്യം അവർ ആരെങ്കിലും അറിഞ്ഞാൽ അത് അവനറിയാനിടയാകും. സത്യനേശൻ പെട്ടെന്ന് ഫോണെടുത്തു. പീരുമേട്ടിലെ ഒരു നമ്പറിലേക്ക് വിളിച്ചു. "കരിങ്കാളി, നീയും നിന്റെ വേട്ടക്കാരും ഉടനെ പത്തനാപുരത്തെത്തണം. പറ്റുമെങ്കിൽ നാളെ രാവിലെ തന്നെ." കൊളവള്ളിയിൽ സുഗണന്റെ വീട്ടിൽ തന്നെയുണ്ടായിരുന്നു ഇന്ദ്രനും പെങ്ങന്മാരും. ജനകീയ സേനയിൽപ്പെട്ട ചിലരും അവിടെയുണ്ട്. ഒരന്യനെ പോലെ കിണറ്റിനരികിലെ അലക്കുകല്ലിൽ ഇരിക്കുകയായിരുന്നു സുഗണനും. ചാക്കനും ജമ്പുവും 2 വലിയ പ്ലാസ്റ്റിക് കവറുകളും ഒരു അലുമിനിയം കലവുമായി കയറി വന്നു. "നിങ്ങളാരും ഇന്ന് രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ." പ്ലാസ്റ്റിക് കവറുകളിൽ നിന്ന് പുഴുങ്ങിയ കപ്പയും കലത്ത് നിന്ന് കരിപ്പെട്ടി കാപ്പിയും പകർന്ന് അവർ എല്ലാവർക്കും മുന്നിൽ വെച്ചു. "എനിക്ക് വേണ്ട, വിശപ്പില്ല ചാക്ക," ഇന്ദ്രൻ പറഞ്ഞു. "എന്ന് പറഞ്ഞാലൊക്കത്തില്ല, എന്തേലും കഴിച്ചേ പറ്റത്തുള്ളൂ," ചാക്കൻ നിർബന്ധിച്ചു. മഞ്ഞിൽ പുതഞ്ഞു കിടക്കുന്ന അമ്മയുടെ കുഴിമാടത്തിന് നേരെ ഒന്ന് നോക്കിയിട്ട് ഇന്ദ്രൻ എഴുന്നേറ്റ് കൈ കഴുകി. പെൺകുട്ടികളും ഒന്നും വേണ്ടെന്ന ഭാവത്തിലായിരുന്നു. ഇന്ദ്രൻ തന്നെ ഭക്ഷണം അവർക്ക് മുന്നിലേക്ക് നീക്കിവെച്ചു. കൂക്കർ ഇന്ദ്രനെ ഒന്ന് തോണ്ടിയിട്ട് സുഗണന് കൈ ചൂണ്ടി. "വാ ചിറ്റപ്പ, എന്തേലും കഴിക്ക്," അവൻ വിളിച്ചു പറഞ്ഞു. "എനിക്ക് വേണ്ടടാ, ഞാൻ നിങ്ങളോട് ചെയ്തതൊക്കെ ഓർക്കുമ്പം ചങ്ക് പിളരുക." സുഗണൻ തലകുനിച്ചിരുന്നു. ഇന്ദ്രന് പ്രയാസം തോന്നി. അവൻ എഴുന്നേറ്റ് ചെന്നു സുഗണന്റെ കൈ പിടിച്ചു. "ഒക്കെ ഞങ്ങളുടെ വിധിയാ ചിറ്റപ്പ. കഴിഞ്ഞതിനെക്കുറിച്ചോർത്ത് ഇനി സങ്കടപ്പെട്ടിട്ടെന്താ?" അവൻ അയാളെ വിളിച്ചുകൊണ്ടുവന്ന് തിണ്ണയിലിരുത്തി ഭക്ഷണം നീക്കി വെച്ചു കൊടുത്തു. തീപ്പൊരി ചിതറുന്ന ഭാവത്തിൽ അരുണ അയാളെ ഒന്ന് നോക്കി. സുഗുണൻ അപ്പോഴും സങ്കടം ഭാവിച്ചിരുന്നു. "ഒരു കഷ്ണം കപ്പ കഴിച്ചതേയുള്ളൂ ലക്ഷ്മിക്ക്. ഓക്കാന വന്നു." പക്ഷെ അത് പുറത്ത് കാണിക്കാതെ അരുണയെ ഒന്ന് നോക്കിയിട്ട് അവൾ എഴുന്നേറ്റ് പോയി. അരുണയ്ക്ക് ശ്വാസം തിങ്ങി നിന്നു. "ഈശ്വര, ലക്ഷ്മി ഗർഭിണിയാണെന്ന് ആരും അറിയല്ലേ." അല്പം കഴിച്ചെന്ന് വരുത്തി എല്ലാവരും എഴുന്നേറ്റു. സുഗുണൻ ഒരു ബീഡി കത്തിച്ചുകൊണ്ട് വീണ്ടും കല്ലിൽ ചെന്നിരുന്നു. അരുണ ഇന്ദ്രനെ ആംഗ്യം കാട്ടി അകത്തേക്ക് വിളിച്ചു. സംശയത്തോടെ അവൻ അകത്തേക്ക് ചെന്നു. "അച്ഛനെ വിശ്വസിക്കരുതേട്ടാ, ഈ വരവിന് പിന്നിൽ എന്തോ ചതിയുണ്ട്, എനിക്കറിയാം." അവൾ പറഞ്ഞപ്പോൾ ഇന്ദ്രൻ അമ്പരന്നുപോയി. "നീ എന്താ ഈ പറയുന്നത്?" "സത്യം." അവളൊന്ന് തേങ്ങി. "ഈ ലോകത്ത് അച്ഛനെ പോലെ നീചനായ ഒരാളെ കാണത്തില്ലെന്നാ എനിക്ക് തോന്നുന്നത്." സ്വന്തം അച്ഛനെക്കുറിച്ചാണ് അരുണ ഇത് പറയുന്നതെന്ന് ഓർക്കണം. ഇന്ദ്രൻ ഗൗരവത്തിലായി. "അച്ഛൻ?"
പുച്ഛഭാവത്തിൽ അവളൊന്ന് ചിരിച്ചു. ആരുടെ അച്ഛൻ? ഇന്ദ്രന്റെ പുരികം ചുളിഞ്ഞു. അത് ശ്രദ്ധിക്കാതെ അവൾ തുടർന്നു. അച്ഛനെന്ന് ഒരാളെ നമ്മൾ വിളിച്ചാൽ അയാൾ അച്ഛനാകുമോ ഏട്ടാ? അച്ഛനാകണമെന്നുണ്ടെങ്കിൽ മക്കൾക്ക് ജന്മം തരണം, അവരെ സ്നേഹവും ഭക്ഷണവും തന്ന് വളർത്തണം. അതിന് പകരം... ബാക്കി പറയാതെ അവൾ തേങ്ങിക്കരഞ്ഞുകൊണ്ട് അടുത്ത മുറിയിലേക്ക് ഒരു ഓട്ടം. ഒന്നും പിടികിട്ടാതെ ഇന്ദ്രൻ പകച്ചു നിന്നു. ഇന്ദ്ര, പുറത്തുനിന്ന് കൂക്കർ വിളിച്ചു. അവൻ അങ്ങോട്ട് ചെന്നു. ഒരാള് കാണാൻ വന്നിട്ടുണ്ട്, റോഡിൽ നിൽക്കുന്നു. ആരാ? ഞാൻ നേരത്തെ കണ്ടിട്ടില്ല, പക്ഷെ ഗുരുക്കൾ പറഞ്ഞു വിട്ടതാണെന്ന് ഇന്ദ്രനോട് പറഞ്ഞാൽ മതി, അറിയും എന്ന് പറഞ്ഞു. മനസ്സിലായി. ഇന്ദ്രൻ പിടഞ്ഞുണർന്നു. നിങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവണം, ഞാൻ പെട്ടെന്ന് വരാം. ഇന്ദ്രൻ റോഡിലേക്ക് ചെല്ലുന്നതും അവിടെ നിന്നിരുന്ന ആളുമായി എന്തോ സംസാരിക്കുന്നതും അവസാനം അവർ മഞ്ഞിലൂടെ നടന്ന് മറയുന്നതും കൂക്കർ കണ്ടു. സുഗുണൻ എത്തിവലിഞ്ഞ് റോഡിലേക്കൊന്ന് നോക്കി. അയാൾക്ക് ഒന്നും മനസ്സിലായില്ല. കുന്നും താഴ്വരയും താണ്ടി ഇന്ദ്രനും ഒപ്പമുള്ളയാളും ചന്ദ്രപ്പൻ ഗുരുക്കളുടെ കളരിയിലെത്തുമ്പോൾ കൃഷ്ണനും പാഞ്ചാലിയുമെല്ലാം കാത്തിരിക്കുകയായിരുന്നു. അവനെ കണ്ടതേ അവരൊക്കെ എഴുന്നേറ്റു. കത്തുന്ന പന്തങ്ങളുടെ വെളിച്ചത്തിൽ പാഞ്ചാലി സങ്കടത്തോടെ ഇന്ദ്രനെ നോക്കി. അമ്മ മരിച്ച വിവരം അറിഞ്ഞെങ്കിലും ഞങ്ങൾക്ക് അങ്ങോട്ട് വരാൻ പറ്റത്തില്ലല്ലോ. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആ അമ്മയെ എനിക്കൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. ഇവിടത്തെ അവസ്ഥ എനിക്കറിയില്ലേ പാഞ്ചാലി? സാരമില്ല. തുളുമ്പാൻ വെമ്പി നിൽക്കുന്ന ആ കണ്ണുകളിലേക്ക് നോക്കി അവൻ ചിരിക്കാൻ ശ്രമിച്ചു. അത് പോട്ടെ, അത്യാവശ്യമായി കാണണം എന്ന് പറഞ്ഞത്. ഇന്ദ്രൻ ഇരിക്കി. മരക്കമ്പ് കെട്ടിയുണ്ടാക്കിയ ഒരു കസേരയിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് ചന്ദ്രപ്പൻ ഗുരുക്കൾ അടുത്തു വന്നു. കൃഷ്ണന്റെയും പാഞ്ചാലിയുടെയും അടുത്തു തന്നെ അവനും ഇരുന്നു. ഗുരുക്കൾ പറഞ്ഞു തുടങ്ങി. ബൈരക്കുപ്പയിലെ ഇത്താപ്പുവിന്റെ കഞ്ചാവ് കേന്ദ്രം ഉപേക്ഷിച്ച് രക്ഷപ്പെടുക കൂടി ചെയ്യേണ്ടി വന്നതിനാൽ ഇനി നമ്മൾ അവസാന അംഗത്തിന് കാത്തിരുന്നിട്ട് കാര്യമില്ല. വരുന്ന ഞായറാഴ്ച മുള്ളംകൊല്ലി സെന്റ് മേരീസ് പള്ളിയിലെ പെരുന്നാളാണ്. ജാതിമത വ്യത്യാസമില്ലാതെ ആളുകൾ പള്ളിയിൽ തിങ്ങിക്കൂടുന്ന സമയം. മുള്ളംകൊല്ലി എസ്റ്റേറ്റിലെ ഭൂരിഭാഗം ആളുകളും അന്ന് പള്ളിയിൽ കാണും. രാത്രി നാടകമുണ്ട്. അത് തീരുമ്പോൾ 12 മണിയെങ്കിലും ആകും. നമുക്ക് ഒരു യുദ്ധത്തിന് ഇതിനേക്കാൾ പറ്റിയ സമയം കിട്ടാനില്ല. പള്ളിയിലെ മൈക്കിന്റെ ശബ്ദത്തിൽ ഇത്താപ്പുവിന്റെ നെഞ്ചി പിളരുന്ന നിലവിളി ആരും കേൾക്കില്ല. ഒന്ന് നിർത്തിയിട്ട് ഗുരുക്കൾ ഇന്ദ്രനെ നോക്കി. എന്തു പറയുന്നു? ഇന്ദ്രൻ കണക്ക് കൂട്ടി. ഇന്ന് തിങ്കൾ, ഇനി 5 ദിവസം, 6-ാം ദിവസം യുദ്ധം. ഗുരുക്കൾ പറഞ്ഞത് തന്നെയാണ് എന്റെ അഭിപ്രായവും. അങ്ങനെ അത് തീരുമാനിക്കപ്പെട്ടു. ഇത്താപ്പുവിന്റെ ചങ്ക് പിളരുന്ന ദിവസം ശനിയാഴ്ച രാത്രി ഒരിക്കൽ കൂടി കാണാം എന്ന വ്യവസ്ഥയിൽ അവർ തൽക്കാലം പിരിഞ്ഞു. ഇന്ദ്രൻ മടങ്ങുമ്പോൾ ഇരുൾ വീണ വഴിയിലേക്ക് പാഞ്ചാലിയും കൂടെ വന്നു. ഇന്ദ്ര, ഇനി 5 നാൾ അല്ലേ? നമുക്ക് സ്വപ്നം കാണാൻ പോലും സമയമില്ലെന്ന് എനിക്ക് തോന്നുന്നു. എന്താ പെണ്ണേ ഇത്? അവൻ അവളുടെ പിന്നിലൂടെ കൈയിട്ട് തന്നിലേക്ക് ചേർത്ത് നിർത്തി. അത് കഴിഞ്ഞും നമ്മൾ സ്വപ്നം കാണും, ജീവിക്കും, എനിക്കുറപ്പാ. പാഞ്ചാലി ഒന്ന് വിതുമ്പി. ദൈവം കാരുണ്യവാനാണെങ്കിൽ നമുക്ക് ഒന്നിച്ച് ജീവിക്കാം. മോളെ, കൃഷ്ണന്റെ വിളിവെച്ച അവൾ അവനെ വിട്ട് അകന്നു മാറി. ശനിയാഴ്ച കാണാം. അവൻ യാത്ര പറഞ്ഞു കുന്നുകയറി പോകുന്നത് നോക്കി അവൾ നിന്നു. പത്തനംതിട്ട ഭാഗത്തു നിന്ന് പാഞ്ഞു വന്ന ഒരു കറുത്ത ബൊലേറോ പത്തനാപുരം ടൗണിൽ നിന്ന് വലത്തേക്ക് വെട്ടിത്തിരിഞ്ഞു. പൊടുന്നനെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന മനുഷ്യന്റെ സെൽഫോൺ ശബ്ദിച്ചു. നമ്പർ നോക്കിയിട്ട് അയാൾ കാതോട് ചേർത്തു. പറഞ്ഞോ, അവൻ എവിടെയുണ്ട്? മറുപടി കേൾക്കുന്നതിനിടയിൽ തന്നെ ഫോൺ പിടിച്ചിരുന്ന ഇടതുകൈയുടെ തള്ളവിരൽ കൊണ്ട് മീശ മേലേക്ക് തടവി. പിന്നെ ഫോൺ കീശയിലിട്ട് വണ്ടിയുടെ വേഗത കുറച്ചു. അല്പനേരം. വീണ്ടും ചക്രങ്ങൾ വേഗത്തിലുരുണ്ടു. ബൊലേറോ പിടവൂർ പാലത്തിനടുത്തെത്താറായതും എതിരെ ഒരു ബൈക്ക് വന്നു. ബൊലേറോ അതിനു നേരെ ചെന്നു. ബ്രേക്കിട്ട് ചവിട്ടിക്കൊണ്ട് ബൈക്കിലിരുന്ന കുട്ടപ്പൻ ചീത്ത വിളിച്ചു. വെളുപ്പാങ്കാലത്ത് മനുഷ്യനെ കൊല്ലാൻ ഇറങ്ങിയതാണോടാ കഴിവറുടെ മോനെ? ബൊലേറോ ബൈക്കിനടുത്ത് ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് മുന്നോട്ട് കുതിച്ചു. അതിനിടെ പുറത്തേക്ക് നീണ്ടുവന്ന ഡ്രൈവറുടെ കനത്ത കൈപ്പത്തി കുട്ടപ്പന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു. കുട്ടപ്പൻ ബൈക്കിൽ നിന്ന് പറന്നു പോകും പോലെ ആ കയ്യിൽ തൂങ്ങി ബൊലേറോയ്ക്കൊപ്പം മുന്നോട്ട് പോയി. ബൈക്ക് റോഡിൽ വീണ് ഒന്ന് കറങ്ങി എഞ്ചിൻ ഓഫായി. അധ്യായം 40. വണ്ടി നിർത്തടാ കഴിവേറി, കുട്ടപ്പൻ അലറി വിളിച്ചു. അയാളുടെ കാൽ തറയിലുരഞ്ഞ് നീറിപ്പിടഞ്ഞു. പെട്ടെന്ന് ബൊലേറോ ബ്രേക്കിട്ടു. അതേ നിമിഷം പിന്നിലെ സൈഡ് ഗ്ലാസ് താഴേക്ക് മാറി. അതുവഴി ഒരാൾ പുറത്തേക്ക് കൈകൾ നീട്ടി ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന മനുഷ്യനിൽ നിന്ന് കുട്ടപ്പനെ ഏറ്റുവാങ്ങി. വീണ്ടും ബൊലേറോ മുന്നോട്ട് കുതിച്ചപ്പോഴേക്കും ആ മനുഷ്യൻ കുട്ടപ്പനെ സീറ്റിനടിയിലേക്ക് വലിച്ചിട്ട് ചവിട്ടിപ്പിടിച്ചു. സെക്കൻഡുകൾക്കുള്ളിലാണ് ഇത്രയും നടന്നത്. കുട്ടപ്പൻ നിലവിളിക്കാൻ ഭാവിച്ചപ്പോൾ ഒരു കത്തി ആ നാവിൽ മുട്ടി. മിണ്ടരുത്. നിസ്സഹായനായി മലർന്നു കിടന്നുകൊണ്ട് കുട്ടപ്പൻ മുകളിലേക്ക് നോക്കി. ബൊലേറോയുടെ മേൽത്തട്ടിന് താഴെ അപരിചിതരായ ഏതാനും മുഖങ്ങൾ കണ്ടു. ഗേറ്റിൽ ഒരു വാഹനത്തിന്റെ നീണ്ട ഹോൺ കേട്ടുകൊണ്ടാണ് സത്യനേശന്റെ ഗേറ്റ് വാച്ചർ തന്റെ കൊച്ചുമുറിയിൽ നിന്ന് ചാടി എഴുന്നേറ്റതും പുറത്തേക്ക് വന്നതും. മണ്ണിൽ കുളിച്ചതുപോലെ ഒരു കറുത്ത ബൊലേറോ ഗേറ്റിന് അഭിമുഖമായി നിൽക്കുന്നു. ആരാ? വാച്ചർ ഗേറ്റിങ്കലെത്തി.
മറുപടിയായി വീണ്ടും നീണ്ട ഹോൺ മുഴങ്ങി. ആരാന്ന് പറഞ്ഞു തൊലയ്ക്കടാ. വാച്ചർക്ക് ദേഷ്യം വന്നു. പൊടുന്നനെ അതിന്റെ ഹെഡ്ലൈറ്റ് ഒന്ന് തെളിഞ്ഞണഞ്ഞു. ഡ്രൈവറുടെ സീറ്റിനടുത്ത വാതിൽ തുറക്കപ്പെട്ടു. കറുത്ത ഹാഫ് ഷൂസും കാക്കി ബർമുടയും ധരിച്ച ഒരു കാൽ പുറത്തേക്ക് നീണ്ടു. വാച്ചർ നെറ്റിച്ചുളിച്ചു. ഇറുകിയ ടീഷർട്ടും മുൻവശം തുന്നിക്കിടക്കുന്ന ജാക്കറ്റും ശിരസിൽ ഇറുകിപ്പിടിച്ചിരിക്കുന്ന കമ്പിളി തൊപ്പിയും ധരിച്ച ആജാനുബാഹു പുറത്തിറങ്ങി. കറുത്ത നിറമുള്ള കൊമ്പൻ മീശക്കാരൻ. ഒരു വേട്ടക്കാരനെയാണ് വാച്ചർക്ക് ഓർമ്മ വന്നത്. അയാൾ ഗ്ലൗസ് അണിഞ്ഞ കൈകൾ ഒന്ന് വീശിക്കുടഞ്ഞു. തൊപ്പിയെടുത്ത് സീറ്റിലേക്കിട്ടപ്പോൾ ഒരു ഭ്രാന്തന്റേതുപോലെ അയാളുടെ തലമുടി ചിതറിക്കിടന്നു. കഴുത്തിൽ ചരടിൽ തൂങ്ങുന്ന പുലിനഖം. ഒരു കുഴിയാനയെപ്പോലെ അയാൾ നടന്ന് ഗേറ്റിനടുത്തെത്തി. തുറക്കടാ നായേ. താനാരാ? ചാരായത്തിന്റെ ഗന്ധം മുഖത്തടിച്ച വാച്ചർ തല തിരിച്ചു. ആ ക്ഷണം ഗേറ്റിന് മുകളിലൂടെ കൈ കടത്തി അയാൾ വാച്ചറുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. പിന്നെ ഒരു കുട്ടിയെ ഉയർത്തും പോലെ പൊക്കി പിന്നോട്ട് തള്ളി. ചരൽ വിരിച്ച മുറ്റത്ത് വാച്ചർ മലർന്നു വീണു. പുലി മുരളും പോലെ ഒരു ശബ്ദം അയാളുടെ കാതിൽ ചിതറി വീണു. ചെന്ന് പറയടാ നിന്റെ മുതലാളിയോട് കരിങ്കാളി വന്നിരിക്കുന്നെന്ന്. നിന്റെയൊക്കെ തലവെട്ടി ബലിയിടാനും നിനക്കൊക്കെ വായ്ക്കരിയിടാനും. ഏതാനും സെക്കൻഡുകൾ അങ്ങനെ കിടന്നുപോയി വാച്ചർ, തന്റെ അസ്ഥികൾ പരസ്പരം പിണഞ്ഞു പോയതുപോലെ. ഗേറ്റിന് പകരം നിൽക്കുന്നവൻ ചില്ലറക്കാരനല്ല. കരിങ്കാളി എന്നല്ല, കാലൻ എന്നാണ് ഇവന് പേരിടേണ്ടിയിരുന്നത്. ബുദ്ധിമുട്ടി എഴുന്നേറ്റ വാച്ചർ തന്റെ മുറിയിൽ കടന്നിട്ട് ഫോണിലൂടെ സത്യനേശനെ വിളിച്ചു. അല്പം കഴിഞ്ഞ് തിടുക്കത്തിൽ വന്ന് ഗേറ്റ് തുറന്നു. അയാളെ നോക്കി അമർത്തിയെന്ന് മൂളിക്കൊണ്ട് കരിങ്കാളി ബൊലോറയിൽ കടന്നിരുന്നു. അത് പോർച്ചിന് നേരെ പാഞ്ഞുപോയി. ഗുണം പഠിക്കാത്തവർ. വാച്ചർ പല്ലിറമി. അപ്പോഴേക്കും സത്യനേശൻ ബംഗ്ലാവിന്റെ വാതിൽ തുറന്ന് സിറ്റൗട്ടിൽ എത്തിയിരുന്നു. നീ ഇത്ര വേഗം ഇങ്ങെത്തിയോ? എനിക്ക് സന്തോഷമായി. മുതലാളി ഇന്നലെ ചില സൂചനകൾ തന്നിരുന്നല്ലോ. അതുകൊണ്ട് വരുന്ന വഴിക്ക് ഞാൻ ഒരാളെ കൂടി കൂട്ടി. കരിങ്കാളി മുറ്റത്തേക്കിറങ്ങി. അതാരെയാടാ? വന്നു നോക്ക്. അയാൾ പിന്നിലെ ഡോർ തുറന്നു പിടിച്ചു. സത്യനേശൻ ഇറങ്ങിച്ചെന്ന് അകത്തേക്ക് നോക്കി. കുട്ടപ്പൻ. അയാൾ അമ്പരന്നു. ഇവൻ എന്റെ ആളാടാ. മോന്റെ വലങ്കൈ. കരിങ്കാളി അമർത്തിച്ചിരിച്ചു. വലങ്കയ്യോ ഇടങ്കയ്യോ എന്ന് തീരുമാനിക്കാൻ വരട്ടെ. പീരുമേടുകാരൻ കാളിദാസന് കരിങ്കാളി എന്ന ചെല്ലപ്പേര് വീണ് കിട്ടിയത് കാട്ടുമൃഗങ്ങളുടെ തലയർത്തിട്ട് മാത്രമല്ല, ഇതുപോലെ ഒത്തിരി മനുഷ്യരുടെ തലമണ്ട പൊട്ടിച്ചിട്ട് കൂടിയാ. അതൊക്കെ പോട്ടെ, നല്ല യാത്രാക്ഷീണമുണ്ട്. ഞങ്ങളുടെ ആഹാരം, വിശ്രമം അതൊക്കെ എവിടാ? ബാങ്കർ സത്യനേശൻ ഒരിക്കൽ കൂടി ബലോറയ്ക്കുള്ളിലേക്ക് നോക്കി. കരിങ്കാളിയോടൊപ്പം 6 പേർ കൂടിയുണ്ട്. സീറ്റിനടിയിൽ കിടക്കുന്ന കുട്ടപ്പൻ കത്തി നാവിൽ മുട്ടിയിരിക്കുന്നതിനാൽ സംസാരിക്കാനാവാത്ത എന്തൊക്കെയോ ആംഗ്യം കാണിക്കുന്നുമുണ്ട്. നീ തെറ്റൊന്നും ചെയ്തില്ലെങ്കിൽ പേടിക്കേണ്ട കുട്ടപ്പ. തൽക്കാലം നീ ഇവർക്ക് ചാച്ചിപ്പുന്നയിലെ നമ്മുടെ പുതിയ കേന്ദ്രം കാണിച്ചു കൊടുക്ക് എന്ന് പറഞ്ഞിട്ട് അയാൾ കരിങ്കാളിയെ നോക്കി. മതി. കരിങ്കാളി വീണ്ടും ബൊലോറോയിൽ കയറി. പിന്നിലിരുന്നവർ കുട്ടപ്പനെ വലിച്ചുയർത്തി തങ്ങൾക്കരികിലെത്തി. വഴി പറഞ്ഞു തരാൻ മാത്രം നീ വാ തുറന്നാ മതി. ബൊലോറോ ഗേറ്റ് കടന്ന് പോയി. രാവിലെ 8 മണിയായപ്പോൾ കൊടുവാൾ സത്താറിന്റെ ഫോൺ കോൾ ശിവജിയെ തേടിയെത്തി. ശിവജി, ഒരു സംഭവമുണ്ട്. എന്താടാ? ശിവജി ജാഗരൂകനായി. നമ്മുടെ കുട്ടപ്പന്റെ ബൈക്ക് പിടവൂർ പാലത്തിനടുത്ത് കിടപ്പുണ്ട്. പക്ഷേ അവനെ കാണാനില്ല. ആക്സിഡന്റോ മറ്റോ ആണെന്നാണ് തോന്നുന്നത്. പക്ഷെ സംഭവം നടക്കുന്നത് കണ്ടവരാരുമില്ല. മൊബൈലിൽ വിളിച്ചിട്ട് അവനെ കിട്ടുന്നുമില്ല. കുറുകിപ്പോയ ശിവജിയുടെ ഇടം കണ്ണ് ഒന്ന് തുടിച്ചു. അദൃശ്യമായ ഒരപകടം തലയ്ക്ക് മുകളിൽ എത്തിപ്പെട്ടിരിക്കുന്നത് പോലെ. നീ ഒരു കാര്യം ചെയ്യ് സത്താറെ. പത്തനാപുരത്തെ ഹോസ്പിറ്റലുകളിൽ ഒന്ന് തപ്പി നോക്ക്. ആക്സിഡന്റ് ആയെങ്കിൽ അവനെ ആരെങ്കിലും അവിടെ എത്തിച്ചിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ പെട്ടെന്നൊരു മറുപടി പറയാനായില്ല ശിവജിക്ക്. ഏതായാലും നമ്മുടെ ആളുകളോട് വിവരം പറ. ഞാൻ പെട്ടെന്നങ്ങ് എത്താം. ഫോൺ ഓഫ് ചെയ്യുമ്പോൾ ശിവജിയുടെ മനസ്സിൽ ഒരു മുഖം തെളിഞ്ഞു. സത്യനേശൻ. അയാൾക്ക് വല്ല സംശയവും തോന്നിയിട്ട് സൂക്ഷിക്കണം. ഉള്ളിന്റെ ഉള്ളിലിരുന്ന് ആരോ മന്ത്രിക്കുന്നത് പോലെ. ശിവജി തിടുക്കത്തിൽ പ്രഭാത കൃത്യങ്ങൾ നടത്താൻ തുടങ്ങി. കൃഷ്ണന്റെയും പാഞ്ചാലിയുടെയും മറ്റും അരികിൽ നിന്ന് ഇന്ദ്രൻ വീട്ടിലെത്തുമ്പോൾ നേരം വെളുക്കാറായിരുന്നു. ജംബുവും ചാക്കനും മറ്റും അപ്പോഴാണ് യാത്ര പറഞ്ഞ് പോയത്. ലക്ഷ്മിയും ഭദ്രയും അരുണയും ഒക്കെ വീടിനുള്ളിലായിരുന്നു. മഞ്ഞ് ഏറി വന്നതിനാൽ സുഗുണനും തിണ്ണയിൽ ഇരിപ്പുണ്ടായിരുന്നു. കുന്ന് കയറിയതിന്റെയും തലേന്നത്തെ ഉറക്കക്ഷീണവും എല്ലാം കൂടി ആയപ്പോൾ തിണ്ണയിൽ കിടന്ന് ഉറങ്ങിപ്പോയി ഇന്ദ്രൻ. നേരം വെളുത്തിട്ടും വെയിൽ പരന്നിട്ടും അവൻ ഉണർന്നില്ല. വീടിന് പിന്നിലിരുന്ന് പിത്തവെള്ളം ഛർദ്ദിക്കുന്ന ലക്ഷ്മിയുടെ അരികിലേക്ക് അരുണ ചെന്നു. ചേച്ചി, ഒന്ന് പതുക്കെ, ഭദ്ര കേൾക്കണ്ട, അവൾ പറഞ്ഞു. ഇന്നലെ പിടിവീഴുമെന്ന് എനിക്ക് തോന്നിയതാ. നനഞ്ഞ കണ്ണുകളോടെ ലക്ഷ്മി എഴുന്നേറ്റു. ഞാൻ എന്ത് ചെയ്യാനാ അരുണെ? ചിന്തിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ശിവജിയെ എങ്ങനെയെങ്കിലും ഒന്ന് വിവരമറിയിക്കാൻ കഴിഞ്ഞിരുന്നേല്. അരുണ ഒരു നിമിഷം ചിന്തിച്ചു നിന്നു. ഇന്ദ്രേട്ടന്റെ ഫോണിൽ ശിവജിയുടെ നമ്പർ കാണില്ലേ? നമുക്കൊന്ന് നോക്കിയാലോ? ഏട്ടൻ അറിഞ്ഞാൽ? അറിയാതെ നോക്കാം. ഫോൺ എന്തു പറഞ്ഞു വാങ്ങിക്കും? ഞാനൊന്ന് നോക്കട്ടെ. സൂത്രത്തിൽ അരുണ തിണ്ണയിലെത്തി.
ഇന്ദ്രൻ നല്ല ഉറക്കം തന്നെ. സുഗുണനെ അവിടെയെങ്ങും കണ്ടില്ല. ഇന്ദ്രൻ സെൽഫോൺ എടുത്ത് തലക്കരികിൽ വെച്ചിരിക്കുന്നത് അവൾ കണ്ടു. ശബ്ദമുണ്ടാക്കാതെ അവൾ അതെടുത്തു. ഭദ്ര ഉണർന്നോ എന്ന് ഒരിക്കൽ കൂടി ശ്രദ്ധിച്ചിട്ട് ലക്ഷ്മിക്കടുത്തെത്തി. എനിക്കിതിന്റെ ഓപ്പറേഷൻസ് ഒന്നും അറിയത്തില്ല, ലക്ഷ്മി പറഞ്ഞു. എനിക്കറിയാം. ഇത്താപ്പ് മുതലാളിയുടെ ബംഗ്ലാവിൽ നിന്ന് എനിക്ക് ആകെ കിട്ടിയത് ഇത് മാത്രമാ. അവളുടെ ശബ്ദം പതറി. ബാക്കിയൊക്കെ നഷ്ടങ്ങളായിരുന്നു. അവൾ ഫോൺ ബുക്ക് സെലക്ട് ചെയ്തിട്ട് ശിവജിയുടെ നമ്പർ തിരഞ്ഞു തുടങ്ങി. ദാ കിട്ടി ചേച്ചി. അത് കേട്ട് ലക്ഷ്മിയുടെ ഉള്ളിൽ ഒരു കുളിരുണ്ടായി. വിളിച്ചു നോക്ക്. അരുണ റീഡയൽ ബട്ടൺ അമർത്തി കാതോട് ചേർത്തു. ചേച്ചി, ബെല്ലുണ്ട്. അവൾ ഫോൺ ലക്ഷ്മിക്ക് കൈമാറി. 1000 ഓർമ്മകൾ ലക്ഷ്മിയുടെ മനസ്സിൽ മിന്നി. ഹൃദയതാളത്തിന് വേഗതയേറി. ഹലോ. കാതിൽ കുളിര് വീഴും പോലെ അപ്പുറത്തുനിന്ന് ശിവജിയുടെ ശബ്ദം. ലക്ഷ്മിക്ക് മിണ്ടാനായില്ല. ഹലോ, നിങ്ങളാരാ? അവൻ വീണ്ടും ചോദിക്കുന്നു. ഞാൻ. ഈ ശബ്ദം ശിവജി മറന്നോ? മറുതലയ്ക്കൽ ഒരു നിമിഷം മൗനം. പിന്നെ സംശയത്തോടെയുള്ള ചോദ്യം. ലക്ഷ്മി? അത്ഭുതമായിരിക്കുന്നല്ലോ. നീ ഇതെവിടെന്നാ? ഒരു തേങ്ങലായിരുന്നു ആദ്യം. എന്നെ ഒന്ന് കാണണമെന്ന് തോന്നിയില്ലല്ലോ. തോന്നഞ്ഞിട്ടാണോ മോളെ? ഇവിടെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായി എനിക്ക്. അതൊക്കെ പിന്നെ പറയാം. ആദ്യം ലക്ഷ്മിയുടെ വിശേഷങ്ങൾ കേൾക്കട്ടെ. എനിക്കിവിടെ വിശേഷങ്ങളേ ഉള്ളൂ ശിവജി. ഇന്നലെ അമ്മയുടെ ശവമടക്കായിരുന്നു. സുശീലടത്തി? ഒരു SI ചവിട്ടിക്കൊന്നതാ. ഏതാനും വാക്കുകളിൽ അവൾ കാര്യം ചുരുക്കി പറഞ്ഞു. അരുണ അവളെ തോണ്ടി. ഇന്ദ്രേട്ടൻ ഉണരും മുൻപ് ചേച്ചി മറ്റേ കാര്യം പറ. ആരാ അടുത്ത്? ശിവജി ചോദിക്കുന്നു. അരുണ, ചിറ്റപ്പന്റെ മോള്. പിന്നെ എനിക്ക് എത്രയും വേഗം ശിവജിയെ കാണണം, അല്ലെങ്കിൽ കുഴപ്പമാ. ഞാൻ താമസിയാതെ അങ്ങോട്ട് വരാം. വരണം. അല്ലെങ്കിൽ ഇത് വല്ലതും ഇന്ദ്രേട്ടൻ അറിഞ്ഞാൽ? ഏത് വല്ലതും? എനിക്ക് കുളി തെറ്റിയിട്ട് 3 മാസത്തോളമായി. ഇനി മറച്ചു വെക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ലക്ഷ്മി! അപ്പുറത്തെ ഞെട്ടൽ അവൾ തിരിച്ചറിഞ്ഞു. എന്താ ശിവജി? ഒന്നും വേണ്ടെന്ന് പറഞ്ഞതല്ലേ ഞാൻ. ശിവജി വന്നില്ലേൽ ഞാൻ ഈ ജീവിതം കബനിയിൽ അവസാനിപ്പിക്കും. ശിവജി കുറച്ചുനേരം മൗനം. എന്താ ഒന്നും പറയാത്തത്? നീ അവിവേകമൊന്ന് കാണിക്കരുത്. ഞാൻ ഉടൻ വരും. എന്നിട്ട് ഞാൻ തന്നെ ഇന്ദ്രനോട് എല്ലാം പറഞ്ഞോളാം. അവിടെ എത്താനുള്ള വഴി പറഞ്ഞു കൊടുത്തിട്ട് ലക്ഷ്മി ഫോൺ അരുണയ്ക്ക് നീട്ടി. ഏട്ടൻ എഴുന്നേൽക്കും മുൻപ് തിരിച്ചു കൊണ്ടുവയ്ക്ക്. അരുണ ഫോൺ ഓഫ് ചെയ്ത് തിരിഞ്ഞു. എന്നാൽ അവൾ അവിടെ തന്നെ നിന്നുപോയി. തൊട്ടപ്പുറത്ത് അവരെ തന്നെ നോക്കി നിൽക്കുന്നു സുഗുണൻ. ഉച്ചവരെയായിട്ടും കുട്ടപ്പനെക്കുറിച്ച് യാതൊരു വിവരവും കിട്ടാഞ്ഞപ്പോൾ ശിവജിക്ക് സംശയമേറി. കൊടുവാൾ സത്താറും അവനും കൂടി പാലാഴി ബാറിന്റെ ഒരു മൂലയിൽ ഇരിക്കുകയായിരുന്നു. നമ്മൾ അകന്നു നിന്നാൽ സത്യനേശൻ മുതലാളിക്ക് സംശയം തോന്നത്തില്ലേ? സത്താർ മേശപ്പുറത്തിരുന്ന മധ്യ ഗ്ലാസ് പതുക്കെ തിരിച്ചു കൊണ്ടിരുന്നു. ഞാനും അത് തന്നെ ഓർക്കുകയായിരുന്നു. ഏതായാലും ഞാൻ അങ്ങോട്ടൊന്ന് ചെല്ലാം. സത്താറിന്റെ ബൈക്കിൽ ശിവജി സത്യനേശന്റെ ബംഗ്ലാവിലേക്ക് പോയി. പോർച്ചിൽ ടൊയോട്ട കണ്ടില്ല. മുതലാളി പുറത്തോട്ട് പോയി, വാച്ചർ പറഞ്ഞു. എവിടേക്കാന്ന് അറിയാമോ? ഇല്ല. ശിവജി ഒന്ന് വിളിച്ചു ചോദിക്കാം. അവൻ വാച്ചറെ അടിമുടി ഒന്ന് നോക്കി. ചേട്ടനെന്താ ഒരു ക്ഷീണം പോലെ? ഒന്നും പറയണ്ട എന്റെ ശിവജി. ഒരു കാലമാടൻ എന്നെ എടുത്തെറിഞ്ഞു. ആര്? ശിവജി അമ്പരന്നു. വാച്ചർ രാവിലെ നടന്ന സംഭവം പറഞ്ഞു. ആരാ അയാൾ? കരിങ്കാളിന്നാ പറഞ്ഞത്. കാരൻ, മുടിഞ്ഞോൻ. നേരത്തെ അയാളെ കണ്ടിട്ടില്ലേ? ഇല്ലെന്നേ. എന്നാ ഞാൻ പോവാ. വാച്ചറോട് യാത്ര പറഞ്ഞ് പിരിയുമ്പോൾ ശിവജിക്ക് വീണ്ടും സംശയം മുറുകി. കരിങ്കാളിയുടെ വരവും കുട്ടപ്പന്റെ തിരോധാനവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അവൻ തിരികെ പാലാഴിയിലെത്തി. സത്താറിനോട് വിവരം പറഞ്ഞു. എങ്കിൽ സംശയിക്കേണ്ട. കുട്ടപ്പൻ അപകടത്തില. നമുക്ക് മുങ്ങിയാലോ? കുട്ടപ്പൻ വല്ലതും വിട്ടുപറഞ്ഞാൽ നമ്മൾ കുടുങ്ങും. വരട്ടെ. ശിവജി ഒരു പെഗ് കൂടി അകത്താക്കി. സത്താർ ഒരിക്കൽ കൂടി കുട്ടപ്പന്റെ നമ്പർ കുത്തി. ദേ, ഇത്തവണ ബെല്ലടിക്കുന്നുണ്ട് കേട്ടോ. എങ്കിലിങ് താ. ശിവജി ഫോൺ വാങ്ങി. ഹലോ. കുട്ടപ്പന്റെ സ്വരം. നീ ഇത് എവിടെ പോയി കിടക്കുവാടാ? ബാക്കിയുള്ളവര് എന്തുമാത്രം തീ തിന്നെന്നറിയാമോ? രാവിലെ ചെറിയൊരു അപകടം പറ്റി. ബൈക്ക് എടുക്കാതെ തന്നെ ഞാൻ അത്യാവശ്യമായിട്ട് ഇങ്ങ് പോന്നു. പോലീസ് എന്നെ പിടികൂടുമെന്ന് തോന്നിയപ്പോ ബൈക്ക് കളഞ്ഞിട്ട് പുരയിടത്തിലൂടെ ഓടിയതാ. ഏത് പോലീസാ? പത്തനാപുരത്തേതല്ല. പണ്ട് പുനലൂര് വെച്ച് ഒരു SIക്കിട്ട് ഞാൻ 4 പൂശിയായിരുന്നു. അങ്ങേരും പാർട്ടിയുമായിരുന്നു. നീ എപ്പം വരും? നാളെ രാവിലെ, അല്ലെങ്കിൽ വൈകിട്ട്. ഇടയ്ക്ക് വിളിക്കാം. ശരി. ശിവജി ആശ്വാസത്തോടെ നിശ്വസിച്ചു. എന്നാൽ കരിങ്കാളിയുടെ വാൾമുനയിൽ നിൽക്കുകയായിരുന്നു കുട്ടപ്പൻ. ഭേഷ്. ഫോൺ പിടിച്ചു വാങ്ങിക്കൊണ്ട് അയാൾ മഞ്ഞപ്പല്ലുകൾ കാട്ടി ഒന്ന് ചിരിച്ചു. മിടുക്കനാണ് നീ. അവന് യാതൊരു സംശയത്തിനും ഇട കൊടുക്കാതെ സംസാരിച്ചല്ലോ. കുട്ടപ്പന്റെ തല കുനിഞ്ഞു. എല്ലാം കണ്ടും കേട്ടും സാഗോദം അവനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു സത്യനേശൻ മുതലാളി. അടുത്തിടെ ഉണ്ടാക്കിയ സത്യനേശന്റെ വാറ്റ് കേന്ദ്രത്തിന്റെ സിമന്റ് തേക്കാത്ത ഭിത്തിയിൽ ചാരി നിൽക്കുകയായിരുന്നു കുട്ടപ്പൻ. കരിങ്കാളിയുടെ അനുയായികൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു.
ഒന്ന് ചോദിക്കട്ടെ കുട്ടപ്പ, വിശ്വൻ മുതലാളിയുടെ വലങ്കായായിരുന്ന നിന്നെ ഇത്രയും നേരം കാണാതിരുന്നപ്പോൾ ശിവജി പരിഭ്രമിക്കേണ്ട കാര്യമെന്താ? കുട്ടപ്പൻ മുഖമുയർത്താതെ പറഞ്ഞു. ഞങ്ങള് രണ്ടുപേരും കൂടി ഒരിടത്ത് പോകാനിരുന്നതാ. കൊച്ചു പിള്ളേര് പറയുന്ന പോലുള്ള കള്ളം പറഞ്ഞാലൊന്നും രക്ഷയില്ല കുട്ടപ്പ. കരിങ്കാളിക്കിഷ്ടം ഒന്നുകിൽ സംശയം തോന്നാത്ത കളവ്, അല്ലെങ്കിൽ പകൽ പോലത്തെ സത്യം. ഇതിൽ ആദ്യത്തേത് പറയുന്നവരെ ഞാൻ ചുമ്മാ കളിപ്പിച്ചുകൊണ്ടിരിക്കും, എലി പൂച്ചയെ കളിപ്പിക്കുന്ന പോലെ. എന്നിട്ടൊടുവിൽ സത്യം പറയിപ്പിച്ചിട്ട് ഒരു ഷേക്ക് ഹാൻഡും കൊടുക്കും. ദാ ഇങ്ങനെ. പറഞ്ഞതും കരിങ്കാളി വാൾ താഴെയിട്ടിട്ട് കുട്ടപ്പന്റെ വലതുകരം കവർന്നു. ഒന്ന് കുലുക്കുന്നതിനിടയിൽ അയാൾ കുട്ടപ്പന്റെ വിരലുകൾക്കിടയിലൂടെ തന്റെ വിരലുകൾ കടത്തി. പിന്നെ ഒറ്റ ഒടിക്കൽ. നൊട്ടയ്ക്ക് പകരം വിരലുകൾ ഒടിയുന്നതിന്റെ ശബ്ദം സത്യനേശൻ കേട്ടു. അമ്മേ! പ്രാണൻ പോകുന്നത് പോലെ കുട്ടപ്പൻ അലറി. എന്നാൽ ഇടം കൈകൊണ്ട് കരിങ്കാളി അയാളുടെ മുഖമുയർത്തി ഭിത്തിയിലേക്ക് ചേർത്തു. ഇത്തരം വൃത്തികെട്ട ചിരി എനിക്കിഷ്ടമല്ല. അയാൾ പിടിവിടുമ്പോൾ കുട്ടപ്പന്റെ വിരലുകൾ തൂങ്ങിക്കിടന്ന് വിറച്ചു. ഭയം കാരണം കുട്ടപ്പൻ വേദന കടിച്ചമർത്തി നിന്നു. എന്തു ചെയ്യാം കുട്ടപ്പ, ഞാൻ പരിചയപ്പെടുന്നതും സ്നേഹം കാണിക്കുന്നതുമൊക്കെ ഇങ്ങനെയായിപ്പോയി. കരിങ്കാളി ബർമുഡയുടെ പോക്കറ്റിൽ നിന്ന് ഒരു ഡപ്പി എടുത്തു. അത് തുറന്ന് ലേഹ്യം പോലെ തോന്നിക്കുന്നതെന്തോ നടുവിരൽ കൊണ്ട് തോണ്ടിയെടുത്തു. മുൻ പല്ലുകൾക്കുള്ളിൽ വെച്ചു. പിന്നെ പതുക്കെ നാവ് നീട്ടി നുണഞ്ഞു. അച്ചാർ ടേസ്റ്റ് ചെയ്യുന്നത് പോലെ ഒരു നിമിഷം നിന്നു. ഒന്നാം തരം ചടയൻ കഞ്ചാവിന്റെ ലേഹ്യമാ, നിനക്ക് വേണോടാ? വേണ്ടെന്ന് കുട്ടപ്പൻ തലയാട്ടി. നല്ലത്, അപ്പോൾ കാര്യത്തിലേക്ക് കടക്കാം. കരിങ്കാളിയുടെ കണ്ണുകൾ ചുവന്നു. എന്തിനാടാ ശിവജി ഭവാനിയെ കൊന്നത്? എനിക്കറിയത്തില്ല. ശിവജി കൊന്നിട്ടില്ല. കേട്ടല്ലോ മുതലാളി. അയാൾ സത്യനേശന് നേരെ തിരിഞ്ഞു. ഈ പാവത്തിന് ഒന്നും അറിയത്തില്ല. വിട്ടേക്കട്ടെ. വിട്ടേര്. കുട്ടപ്പന് ആശ്വാസം തോന്നി. എങ്കിൽ നീ പൊയ്ക്കോടാ. ജീവൻ തിരിച്ചു കിട്ടിയതുപോലെ കുട്ടപ്പൻ പുറത്തേക്ക് നടക്കാനാഞ്ഞു. കുട്ടപ്പ, പോകും മുൻപ് നീയൊരു സാധനം ഇവിടെ വെക്കണം. വെക്കാം. മൊബൈൽ ഫോൺ ആയിരിക്കുമെന്നാണ് കുട്ടപ്പൻ കരുതിയത്. എങ്കിൽ വെക്കി. ഫോൺ കരിങ്കാളിയുടെ കയ്യിലുണ്ടല്ലോ. ഫോണോ? അയാൾ വികൃതമായി ചിരിച്ചു. നീ വെക്കേണ്ടത് എന്നോട് കള്ളം പറഞ്ഞ നാവുള്ള നിന്റെ തലയാ. കിടുങ്ങിപ്പോയി കുട്ടപ്പൻ. കരിങ്കാളി? അതേടാ നായേ, കള്ളം പറഞ്ഞിട്ട് ചുമ്മാ കയ്യും വീശിയങ്ങ് പോകാമെന്ന് നീ കരുതിയോ? വെറുതെ തല്ലിച്ചതച്ച് സമയം കളയാനൊന്നും എനിക്ക് നേരമില്ല. ഇതാ കരിങ്കാളിയുടെ സ്റ്റൈൽ. ഞൊടിയിടയിൽ അയാൾ വാൾ കുനിഞ്ഞെടുത്തതും ഒറ്റ വെട്ട്. നേന്ത്രക്കായി മുറിഞ്ഞു വീഴും പോലെ കുട്ടപ്പന്റെ വലത് ചെവിയേറ്റ് താഴെ വീണു തുള്ളിപ്പിടഞ്ഞു. തുടരും.